ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സകല ഭൂവാസികളുമായുള്ളവർ യഹോവയ്ക്ക് ആർപ്പെടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി, നാം ദൈവത്തിനുള്ളവർ ആകുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ വിശുദ്ധ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായിട്ട് നൽകിയിരിക്കാൻ സ്തോത്രം. ഈ വിശുദ്ധ ആരാധനയിൽ അവിടുത്തെ പരിശുദ്ധാത്മ സാന്നിധ്യം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം അർപ്പിക്കുന്നു. വിവിധ നിലകളിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുത്തെ പരിശുദ്ധാത്മാവിൽ ബലപ്പെടുത്തണമേ. ഈ കാലഘട്ടത്തിൻ്റെ പരിമിതമായ സാഹചര്യങ്ങൾ കാരണം വരുവാൻ സാധിക്കാതായിരിക്കുന്നവരെ ഞങ്ങൾ ഈ സമയം പ്രത്യേകം ഓർക്കുന്നു. ദൈവത്തിൻ്റെ കൃപ പകരണമേ. ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കഴിക്കുന്ന ആരാധന അവിടത്തേക്ക് പ്രസാദകരമാകുവാനും ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമാകുവാനും അവിടുന്ന് സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നാം നിൽക്കുമ്പോൾ തന്നെ ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്ത്യ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 27-ാമത്തെ ഗാനം കോറിനോട് ചേർന്ന് നമുക്ക് പാടാം. ഗീതം 27.
നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. ആരാധനക്രമം 6-ാമത്തെ പുറം, സ്തുതിയുടെ വചനങ്ങൾ 4-ാമത്തെ ഭാഗം പ്രതിവാക്യമായി ചൊല്ലാം. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക. യഹോവ മഹാദൈവമല്ലോ, ഭൂമിയുടെ അധോഭാഗങ്ങൾ അവിടുത്തെ കയ്യിലാകുന്നു. സമുദ്രം അവിടുത്തേത്, അവിടുന്ന് അതിനെ ഉണ്ടാക്കി. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കാം, അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു. നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈക്കലെ ആടുകളും തന്നെ. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരും ആയുള്ളവരെ, ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടെ എത്തുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായി ദൈവഭവനവും സ്വർഗവാതിലും ഉണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയും കവിയുന്ന സമാധാനവും ഇവിടെ വെച്ച് നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് തിരുവചനവും വിശുദ്ധ സാക്രമന്തകളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മെ സമീപിച്ചിരിക്കുന്ന ദൈവത്തോട് നാമും അണഞ്ഞു ചെന്ന് നമ്മുടെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവും ആകുന്നു. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിൻ്റെ പരിശുദ്ധ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തവരുമാണെന്നോർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നമ്മുടെ പാപം ഏറ്റുപറയുക. നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും വന്നുപോയ എല്ലാ കുറവുകളെയും ഉണർന്നുകൊണ്ട് പാപക്ഷമയ്ക്കായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന കർത്തൃസന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറയാം. അവിടുത്തെ രക്തത്താൽ എന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധീകരണത്തോടെ ഒരു പുതിയ സൃഷ്ടിയാക്കി എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, അവന്മേൽ നിൻ ആശ്രയം എല്ലാം വച്ചോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി ചെയ്യും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നിൻ വസ്ത്രം, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. പാപമ്ലേച്ഛം ഏറ്റ വസ്ത്രം നീ മാറ്റി, കുളിക്കാ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ദോഷികൾക്കായി ഊറും ജീവ ഊറ്റിൽ നീ സ്നാനം ചെയ്തിടുക വേഗത്തിൽ, കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി ചെയ്യും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നിൻ വസ്ത്രം, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. എന്നെ ശുദ്ധീകരിച്ച് പുതിയ സൃഷ്ടിയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ആരാധനക്രമം 10-ാം പുറത്തിൽ കാണുന്ന 2-ാമത്തെ പ്രാർത്ഥന നമുക്ക് പൂർണ്ണമായ സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന അവിടുത്തെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് തിരുമുമ്പാകെ ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ഏറ്റുപറയുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്ത് അവിടുത്തെ കൽപ്പനകളെല്ലാം ലംഘിച്ചിരിക്കുന്നു. അറിഞ്ഞും അറിയാതെയും വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഞങ്ങൾ പിഴച്ചു. തിരുവിഷ്ടത്തിന് പ്രസാദമുള്ളത് ഞങ്ങൾ ചെയ്യാതെ തിരുമുമ്പാകെ അറപ്പും വെറുപ്പുമുള്ളവ ചെയ്ത് അവിടുത്തെ കോപത്തിനും ശിക്ഷയ്ക്കും പാത്രീഭവിച്ചിരിക്കുന്നു. രാജ്യത്തിൻ്റെ കെട്ടുമണിയിൽ ഞങ്ങൾ അവിടുത്തോട് പങ്കാളികളാകാതെ ഞങ്ങളുടെ സ്വാർത്ഥകാര്യങ്ങൾ അന്വേഷിച്ച് ജീവിച്ചു. ഞങ്ങൾ പാപത്തോട് മരണത്തോളം എതിർത്ത് നിൽക്കുകയോ ഞങ്ങളുടെ ചുറ്റും കാണുന്ന അനീതികളോട് ശക്തമായി പോരാടുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാതെ ശുശ്രൂഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു. ഇവ നിമിത്തം തിരുനാമത്തിന് അപമാനവും ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നഷ്ടവും ഞങ്ങൾ വരുത്തിയിരിക്കുന്നു. പാപിയുടെ മരണം ഇഷ്ടമില്ലാത്ത കർത്താവെ, മഹാപാപികളായ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കണം.
പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, സകല മലിനങ്ങളിൽ നിന്നും കറകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നിഷ്കളങ്കമായി ജീവിച്ച് ലോകത്തിൻ്റെ വെളിച്ചമായി ശോഭിക്കാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൽ പ്രത്യാശയോടുകൂടെ എതിരേൽക്കാനും അവിടുത്തെ മഹത്വരാജ്യത്തിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. സത്യമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞവരോടുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പിൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായിച്ചു കളയുന്നു, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവം നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും പാപക്ഷമയ്ക്കും സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ആരാധനക്രമം 14-ാം പുറത്തിൽ കാണുന്ന പൊതുവായ സ്തോത്ര പ്രാർത്ഥന നന്ദിയോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് സ്തോത്രം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങളങ്ങേക്ക് മഹാവിനവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിച്ചു കൂടാത്ത സ്നേഹത്തിനായും ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവയായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകൾ ഒക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കരുണകളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസരം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. പാഠപുസ്തകത്തിലെ 180-ാമത്തെ ഗാനം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് പാടാം. ഗീതം 180. നിന്റെ മലിനത നീക്കാൻ പാപി ഓടിവാ, കൃപയാം നദിയരികിൽ. തേടി നിന്നെ കാൺമാനേറ്റം വാടി മലർന്നവനുള്ള ഓടി വന്നു പാടുകളങ്ങേറ്റു കുരിശ് നേടി നിന്റെ രക്ഷ യേശു മോടിയോടു എത്തുപിൻ ഓടി
സത്യമാം തിരുവചനം ശുദ്ധി വരുത്തിയിടും നിന്നെ ശുദ്ധിയിൽ വഴിയതിൽ നടത്തും വചനം നിത്യം നിന്റെ പാതകൾക്കു സത്യ വെളിച്ചം തന്നിട്ടു ശുദ്ധതയിൽ ശുദ്ധ സ്ഥലത്തെത്തുവോളം തുണച്ചിടും ഓടിവാ കൃപയാം നദിയരികിൽ നിന്റെ മലിനത നീക്കാൻ പാപി ഓടിവാ കൃപയാം നദിയരികിൽ ശുദ്ധിയും അലങ്കാരത്തിൽ ശുദ്ധിമാന്മാരെ സ്തുതിപ്പിൻ ശുദ്ധതയിൽ വസിക്കും യഹോവയെ നിങ്ങൾ നിത്യം നിത്യം വളർന്നു നാം ശുദ്ധതയിൽ മുതിർന്നു പാപത്തെ നശിപ്പിച്ചിടും ക്രിസ്തുവിൽ ജീവിച്ചിടും നാം ഓടിവാ കൃപയാം നദിയരികിൽ നിന്റെ മലിനത നീക്കാൻ പാപി ഓടിവാ കൃപയാം നദിയരികിൽ. ആരാധനക്രമം 20-ാം പുറത്തിൽ കാണുന്ന കൽപ്പനകൾ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ആരാധനക്രമം 20-ാമത്തെ പുറം. നമ്മുടെ ദൈവമായ കർത്താവ് പണ്ട് തൻ്റെ ജനങ്ങൾക്ക് താഴെ വരുന്ന കൽപ്പനകൾ കൊടുത്ത് പറഞ്ഞതെന്തെന്നാൽ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. എൻ്റെ മുമ്പാകെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടായിരിക്കരുത്. നിനക്കായി ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കി നീ ഇതിനെ കുമ്പിടുകയെങ്കിലും അതിനെ സേവിക്കുകയെങ്കിലും അരുത്. നീ നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുത്. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലവയ്ക്കുകയും ചെയ്യുക. എന്നാൽ ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്ക. നിന്റെ പിതാവിനെയും നിന്റെ മാതാവിനെയും ബഹുമാനിക്ക. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, മോഹിക്കരുത്. ദൈവമേ, ഞങ്ങളോട് കൃപയുണ്ടായി ഈ കൽപ്പനകൾ അനുസരിക്കാൻ സഹായിക്കണമേ. ആമേൻ. കർത്താവായ യേശു തൻ്റെ ഉപദേശത്തിൽ അരുളി ചെയ്തത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നത് മുഖ്യ കൽപ്പനയാകുന്നു. രണ്ടാമത്തേത് കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ദൈവമേ, ഞങ്ങളോട് കൃപയുണ്ടായി ഈ കൽപ്പനകൾ അനുസരിക്കാൻ സഹായിക്കണമേ. ആമേൻ. ആരാധനക്രമം 22-ാം പുറത്തിൽ കാണുന്ന അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ നമ്മുടെ വിശ്വാസം സ്വീകരിച്ച് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ പാതിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ അവിടെ നിന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസ്കൃതത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കാം. വായിക്കുവാനായി നൽകിയിരിക്കുന്ന പഴയ നിയമ വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 20-ാം അധ്യായം 1 മുതൽ 11 വരെ. സദൃശ്യവാക്യങ്ങൾ 20-ാം അധ്യായം 1 മുതൽ 11 വരെ. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനും ആകുന്നു. അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകയില്ല. രാജാവിൻ്റെ ഭീഷണം സിംഹഗർജനം പോലെ. അവനെ കോപിപ്പിക്കുന്നവൻ തൻ്റെ പ്രാണനോട് ദ്രോഹം ചെയ്യുന്നു. വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്നത് പുരുഷന് മാനം. എന്നാൽ ഏതു ഭോഷനും ശണ്ട കൂടും. മടിയൻ ശീതം നിമിത്തം ഉഴാതിരിക്കുന്നു. കൊയ്ത്തുകാലത്ത് അവൻ ഇരിക്കും, ഒന്നും കിട്ടുകയുമില്ല. മനുഷ്യൻ്റെ ഹൃദയത്തിലെ ആലോചന ആഴമുള്ള വെള്ളം. വിവേകമുള്ള പുരുഷനോ അത് കോരിയെടുക്കും. മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും. എന്നാൽ
വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും? പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ, അവൻ്റെ ശേഷം അവൻ്റെ മക്കളും ഭാഗ്യവാന്മാർ. ന്യായാസനത്തിൽ ഇരിക്കുന്ന രാജാവ് തൻ്റെ കണ്ണുകൊണ്ട് സകല ദോഷത്തെയും പാറ്റിക്കളയുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാപം ഒഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നു എന്ന് ആർക്ക് പറയാം? 2 തരം തൂക്കവും 2 തരം അളവും രണ്ടും ഒരുപോലെ യഹോവയ്ക്ക് വെറുപ്പ്. ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുത്തൻ്റെ പ്രവൃത്തി വെടിപ്പും നേരുമുള്ളതാകുമോ എന്ന് അറിയാം. വായിക്കുവാനായി നൽകിയിരിക്കുന്ന ലേഖന പാഠഭാഗം റോമർ 6-ാം അധ്യായം 12 മുതൽ 21 വരെ. റോമർ 6-ാം അധ്യായം 12 മുതൽ 21 വരെ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവിൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ നാം പാപം ചെയ്യുക എന്നോ? ഒരു നാളും അരുത്. നിങ്ങൾ ദാസന്മാരായി അനുസരിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ തന്നെ. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീരുന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷരീതിയിൽ പറയുന്നു. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുവിൻ. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലം ഉണ്ടായിരുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. അതിൻ്റെ അവസാനം മരണമല്ലോ. പതിനാലാമത്തെ സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സങ്കീർത്തനം 14. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നീതികേട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ? അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു. യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ. നിങ്ങൾ ദരിദ്രന്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു. എന്നാൽ യഹോവ അവൻ്റെ സങ്കേതമാകുന്നു. സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും.
ഇന്നത്തേക്കുള്ള വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു. ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിൽ ഇടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ വിശ്വാസത്തോടുകൂടെ നമുക്ക് ദൈവത്തോട് അറിയിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെയും അപേക്ഷകളെയും കേട്ട് നമ്മെ അനുഗ്രഹിക്കുന്ന കർത്തൃസന്നിധിയിൽ നമ്മുടെ വ്യത്യസ്തമായ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ അപേക്ഷകൾ എന്താണ്? രോഗികളായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ, പലവിധമായ ഭാരങ്ങളിലും പ്രയാസങ്ങളിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവിൽ നിന്നുള്ള അത്ഭുതകരമായ സൗഖ്യവും വിടുതലും അവരുടെ ജീവിതങ്ങളിൽ അനുഭവിക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. അപ്പക്കുട്ടൻ ഷെളിഫോൻ, ദാസ്യം ബഥേൽ, പീറ്റർ ശോഭാലയം, കൃഷ്ണ ജാൽക്കര, മോഹനൻ നൈത്യൂർ, റോസ്മേരി കരിമ്പിലാവിള, ഇങ്ങനെ തുടങ്ങി പലവിധമായ ഭാരത്തോടും പ്രയാസത്തോടും ബലഹീനതയിലും കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. ദൈവത്തിൽ നിന്നുള്ള അത്ഭുത സൗഖ്യത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിവിധ പരീക്ഷകൾക്കായി, ടെസ്റ്റുകൾക്കായിട്ട് ഒരുങ്ങുന്ന പ്രിയമക്കളെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. മംഗല്യ എന്ന ആ പ്രത്യേക വിവാഹ ശുശ്രൂഷയെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ സഭാദിന ആഘോഷ പരിപാടികളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എല്ലാം ദൈവത്തിന് പ്രസാദകരമാകുവാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവ് ഈ ആലയത്തിലൂടെ, ആരാധനയിലൂടെ അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ ശബ്ദവും അനുഭവിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി ഈ ആലയം വിട്ടുപോകുവാൻ, ആത്മീക ബലത്തോടുകൂടെ ഇവിടം വിട്ടുപോകുവാൻ അവിടെ നിന്ന് കൃപ ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിന്ദനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാ.
പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വഴിനടത്തുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ലോക ജീവിതത്തിൽ ഒരു പുതിയ വർഷം കൂടെ ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകി. ഈ പുതിയ വർഷത്തിൻ്റെ രണ്ടാമത്തെ വിശുദ്ധ ഞായറാഴ്ച അവിടുത്തെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, അവിടുത്തെ ആത്മാവിൻ്റെ സാന്നിധ്യത്തിനും പരിപാലനത്തിനുമായി കർത്താവിനോട് അപേക്ഷിക്കുവാൻ, അവിടുത്തെ സന്നിധിയിൽ നിന്നുള്ള സൗഖ്യത്തിനും വിടുതലിനും അനുഗ്രഹത്തിനുമായി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ അവിടെ നൽകിയിരിക്കുന്ന വിലപ്പെട്ട അവസരത്തിനായിട്ട് സ്തോത്രം 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 ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങളെ അവിടെ നിന്ന് കാത്ത് പരിപാലിച്ചതിനാൽ സ്തോത്രം. അവിടുത്തെ വലിയ കൃപയ്ക്കായി, കരുതലിനായി, സംരക്ഷണത്തിനായിട്ട് സ്തോത്രം. ഒരു സംരക്ഷണത്തിൻ്റെ വർഷം അനുഭവിക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിച്ചതിനാൽ നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ഈ 2021 വർഷവും ഞങ്ങൾക്ക് അവിടുന്ന് അനുഗ്രഹിച്ച് നൽകണമേ, നന്മകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധമായ ആവശ്യഭാരത്തോടെ ആയിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപയും നന്മകളും അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത. കർത്താവിൻ്റെ സൗഖ്യവും കൃപകളും പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നത. ആലയത്തിൻ്റെ നന്മ കൊണ്ട് തൃപ്തരാകുവാൻ, ആലയത്തിൻ്റെ പുഷ്ടി കൊണ്ട് ഓരോരുത്തരും തൃപ്തി അനുഭവിക്കുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൻ്റെ വിവിധമായ പ്രവർത്തനങ്ങളിലും വളർച്ചയിലും ദൈവ സാന്നിധ്യം പകർന്നതിനാൽ സ്തോത്രം. കർത്താവെ, 61 വർഷക്കാലം ഞങ്ങളുടെ സഭയെ അവിടുന്ന് അനുഗ്രഹിച്ച കൃപയോർത്ത് സ്തോത്രം. തുടർന്നും അവിടുന്ന് ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവെ, സഭാദിന ആഘോഷ പരിപാടികളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ആരാധനകളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഒരു ജനമായി, ഒരു സഭയായി വളരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കേണ്ടുന്ന പ്രത്യേകമായ ശുശ്രൂഷകളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലൂടെയും ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാൻ, ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവത്തിൻ്റെ മഹത്വത്താൽ ഞങ്ങൾ ഓരോരുത്തരും നിറയപ്പെടുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. വിവിധ കമ്മിറ്റികളെയും സംഘടനകളെയും പ്രവർത്തനങ്ങളെയും ആരാധനകളെയും ഒക്കെ അവിടുന്ന് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ചർച്ച കമ്മിറ്റിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കളുടെ പ്രവർത്തനങ്ങൾ, നേതൃത്വം എല്ലാം സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമാകുവാൻ സഹായിക്കണമേ. ദൈവത്തിന് പ്രസാദകരമാക്കി നൽകിയിരിക്കാൻ അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു. കർത്താവെ, സംഘടനകളെയും പ്രവർത്തനങ്ങളെയും ഓർക്കുന്നു. പുതിയ വർഷത്തിനായിട്ട് പ്രിയമക്കളെ ഓരോരുത്തരെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അപ്രകാരം തന്നെ കൊയറിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് മാനിച്ച് അനുഗ്രഹിക്കണമേ. കപ്പ്യാരെ മൈക്കോപ്പറേറ്റർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തിലെ ഓരോ കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നതാ. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. എല്ലാ മാതാപിതാക്കളെയും വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ അവിടുന്ന് ബലപ്പെടുത്തി ദീർഘായുസ് കൊണ്ട് അവിടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ മുന്നേറുവാൻ അവിടുന്ന് പ്രിയമക്കളെല്ലാം സഹായിക്കണമേ. ബലഹീനതയിലും രോഗത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ അവിടുന്ന് സൗഖ്യമാക്കണമേ. സിന്ധു ജോയ് എന്ന പ്രിയ സഹോദരിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായ സൗഖ്യവും അനുഗ്രഹവും നൽകണമേ. അപ്പുകുട്ടൻ ഷേളി ഭവൻ എന്ന പിതാവിനായിട്ട് പ്രാർത്ഥിക്കുന്നതാ. ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും അനുഭവിച്ച് ആരോഗ്യത്തോടായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. രോഗഭാരങ്ങളിൽ നിന്ന് അവിടുന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ദാസ് ബഥേൽ എന്ന പ്രിയ സഹോദരനായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായ സൗഖ്യം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മോഹൻ നൈത്തിയൂർ എന്ന പ്രിയ പിതാവിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരനെയും അവിടുന്ന് അനുഗ്രഹിച്ച് ശക്തീകരിക്കുകയും അവിടുത്തെ കൃപയിൽ ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റോസ്മേരി കരിമ്പിലാവൾ എന്ന പ്രിയ മാതാവിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടെ രോഗഭാരങ്ങളിൽ നിന്നും ബലഹീനതയിൽ നിന്നും അവിടുന്ന് വിടുവിക്കണം കർത്താവെ. കാഴ്ച സംബന്ധമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണൻ ചാനൽക്കർ എന്ന പിതാവിനായിട്ട് പ്രാർത്ഥിക്കുന്നത് പരിപൂർണമായ ബലം നൽകി അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. പീറ്റർ ശോഭാലയം എന്ന പിതാവിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൗഖ്യവും വിടുതലും ദാനമായിട്ട് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റ് പലതരത്തിലുള്ള പ്രയാസത്തിലും രോഗത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ബലഹീനതകളിലായിരിക്കുന്നവരെ, വീഴ്ചകൾ മുഖാന്തരം ചികിത്സകളിലായിരിക്കുന്നവരെ, കർത്താവ് വ്യത്യസ്തമായ പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപയും അനുഗ്രഹവും സാന്നിധ്യവും അവരുടെ ജീവിതങ്ങളിൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ആലയത്തിനുള്ളിലായിരുന്നുകൊണ്ട് പ്രിയമക്കൾ ആർക്കെല്ലാം വേണ്ടി മധ്യസ്ഥത വെച്ച് പ്രാർത്ഥിക്കുന്നു. അവർ എവിടെയായിരുന്നാലും, ഭവനങ്ങളിലോ ആശുപത്രിയിലോ ആലയത്തിനുള്ളിലോ ഭാരത്തോടും പ്രയാസത്തോടും ആയിരിക്കുന്ന ജീവിതങ്ങളെ അവിടുന്ന്
തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം പ്രാപിച്ച്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിടുതൽ പ്രാപിച്ച്, നിങ്ങൾ എൻ്റെ നാമത്തിൽ യാചിക്കുന്നതൊക്കെയും നിങ്ങൾ പുത്രൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ സകലതും ചെയ്തു നൽകും എന്ന് അരുളി ചെയ്തിരിക്കുന്ന കർത്താവേ, നിങ്ങൾ അപേക്ഷിപ്പിൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാമെന്ന് അരുളി ചെയ്ത കർത്താവേ, അവിടുത്തെ കൃപകളും അനുഗ്രഹങ്ങളും നന്മകളും കൊണ്ട് എല്ലാം പ്രിയമക്കളെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ ശാപങ്ങളും മാറിപ്പോകട്ടെ, പൈശാചിക ബന്ധനങ്ങൾ തകരട്ടെ, ശത്രുവിൻ്റെ പോരാട്ടങ്ങൾ മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിലൂടെയുള്ള വിടുതലും വിമോചനവും പ്രാപിച്ച് സൗഖ്യവും പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ രോഗബന്ധനങ്ങൾ മാറി സൗഖ്യം പ്രാപിച്ച് ആലയത്തിൽ വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, അങ്ങേ സാക്ഷിപ്പാൻ കർത്താവെ അവിടുന്ന് കൃപ ചെയ്യണമേ. സഭയുടെ പ്രാർത്ഥന കേട്ട്, ആലയത്തിലുള്ള പ്രാർത്ഥന കേട്ട് അവിടുന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാണല്ലോ. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയുടെ മേൽ ഞാൻ പ്രത്യേകം നിങ്ങളെ അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവെ, വാക്ക് മാറാത്തനായ ദൈവമേ, അവിടുത്തെ കൃപകളും നന്മകളും എല്ലാ ജീവിതങ്ങളിലും അവിടുന്ന് പകരണമേ. സൗഖ്യത്താൽ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ, സമാധാനത്താൽ നിറയ്ക്കണമേ. കുടുംബ ജീവിതങ്ങളെ അനുഗ്രഹിക്കണം കർത്താവെ, മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ, യുവജനങ്ങളെ അനുഗ്രഹിക്കണമേ. വിദ്യാർത്ഥികൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങൾക്കായിട്ട് അപേക്ഷിക്കുന്നു. എല്ലാ പ്രിയമക്കളെയും ദൈവത്തിൻ്റെ കരുണയുടെ കൃപകളിൽ അവിടുന്ന് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ഒരു ജോലിക്കായി പ്രാർത്ഥിച്ചു കഴിയുന്ന അനേകരുണ്ട് കർത്താവെ. നല്ല ഉപജീവന മാർഗങ്ങൾ ലഭിക്കുവാനുള്ള അനുകൂല സാഹചര്യങ്ങളെ, പുതുവഴികളെ അവിടുന്ന് തുറന്നു നൽകണമേ. വിവിധ ടെസ്റ്റുകൾക്കായി പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുന്ന പ്രിയമക്കളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അത്ഭുതകരമായ കൃപ പ്രാപിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. അത്ഭുതകരമായ കൃപ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, പരിപൂർണമായ വിജയം പ്രാപിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ, ജോലികളിൽ പ്രവേശിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. ജിജി ജോസ് എന്ന പ്രിയമകൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പകരണമേ. പരീക്ഷകളിലെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവേശിച്ചിരിക്കുന്ന എല്ലാ പ്രിയമക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നതാ. കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും അവരുടെ ജീവിതങ്ങളിൽ പകരണമേ. അവിടെ പുതിയ പഠന മേഖലകൾ, പുതിയ സാധ്യതകൾ അത് അനുഗ്രഹമായി ഭവിക്കുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എഞ്ചിനീയറിംഗ് പരീക്ഷകൾക്കായി, മെഡിക്കൽ എൻട്രൻസ് എക്സാമുകൾക്കായിട്ടൊക്കെ ഒരുങ്ങുന്ന പ്രിയമക്കളെ ഞങ്ങൾ ഓർക്കുന്നു. ഉപരിപഠന മേഖലകളിലായിരിക്കുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും അധികമായിട്ട് അവിടുന്ന് പകരുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. കുടുംബജീവിതത്തിനായി പ്രാർത്ഥിച്ചു കഴിയുന്ന പ്രിയമക്കളെ ഓർക്കുന്നതാ. തക്കതായ തുണകളെ ലഭിച്ച് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങളിൽ പ്രവേശിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. പ്രിയമക്കൾ പ്രവേശിച്ചിരിക്കുന്ന കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിനായിട്ടുള്ള ഒരുക്കങ്ങളെയും അനുഗ്രഹിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. അവിടുത്തെ സാന്നിധ്യവും കൃപയും പകരണമേ. കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് ഒരു തലമുറയ്ക്കായി പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദമ്പതിമാരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. അവിടെ ദാമ്പത്യ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവെ. അവിടെ നരളി ചെയ്തിരിക്കുന്നുവല്ലോ, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, തലമുറകളായി ഞങ്ങൾ നടത്തുന്ന ദൈവം കർത്താവെ. അവിടുത്തെ സാന്നിധ്യം പ്രിയ കുടുംബങ്ങളിൽ പകരുകയും തലമുറകളുടെ നന്മ കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും, എല്ലാ പ്രതികൂല ശക്തികളിൽ നിന്നും അവിടുന്ന് വിടുവിക്കുകയും അവിടെ കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാൽ ശക്തീകരിക്കണമേ. ഗർഭിണികളായിരിക്കുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് വിടുതൽ പ്രാപിച്ച് കുഞ്ഞുമായി കുടുംബമായി ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. എല്ലാവരുടെയും വിവിധമായ ഉപജീവന മാർഗ മേഖലകളെ അനുഗ്രഹിക്കണമേ. ഔദ്യോഗിക ജീവിതങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സുകളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. വ്യാപാര സ്ഥാപനങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ. കാർഷിക വിളകൾ, മൃഗസമ്പത്ത്, പർവ്വജാലങ്ങളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയോടും നന്മയോടും സമൃദ്ധിയോടും ജീവിച്ച് മുന്നേറുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ ദേശത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാ. ഈ ദേശം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട, ദൈവനാമം മഹത്വപ്പെടുന്ന ഒരനുഭവത്തോടുകൂടി ആയിരിക്കാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും അവിടുന്ന് പകരണമേ. ഞങ്ങളുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും ഭരണ സംവിധാനങ്ങളെയും അനുഗ്രഹിക്കണമേ. ജനക്ഷേമകരമായി പ്രവർത്തിക്കുവാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഡെസ്റ്റിനായിട്ടും മഹാടവയ്ക്കായിട്ടും വിശ്വാസികൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശ്വാസികളെയും സഭകളെയും അനുഗ്രഹിക്കണമേ. മഹായുടെ നേതൃത്വത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. തിരുമേനിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. സുവിശേഷ പ്രവർത്തനങ്ങളെ പ്രത്യേകം ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ മിഷണർമാരെയും മിഷൻ ഫീൽഡുകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സഞ്ജയ് ബിസ്ര എന്ന ഞങ്ങളുടെ മിഷണറിക്കായിട്ടും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.
അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെയും കുടുംബത്തെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുത്തെ കൃപ ഈ പുതിയ വർഷത്തിൽ കൂടുതലായി പ്രാപിക്കുവാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങൾ നിറച്ച് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപയിലും ഞങ്ങളെ സൂക്ഷിക്കണമേ. ആരാധനയുടെ ശേഷ സമയത്തും അവിടുത്തെ കൃപ അനുഭവിപ്പാൻ സഹായിക്കണമേ. എല്ലാവരുടെയും അപേക്ഷകളെയും സമർപ്പണങ്ങളെയും പ്രാർത്ഥനകളെയും കേട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അവിടുന്ന് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കർത്താ ദുഷ്ടങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്നോർത്തുകൊള്ളുവിൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഇപ്പോൾ കൊയർ പ്രത്യേക ഗാനം ആലപിക്കുമ്പോൾ സ്തോത്ര കാഴ്ചകൾ സമർപ്പിക്കാനുള്ളവർക്ക് അർപ്പിക്കാവുന്നതാണ്. വേദനയിലും കണ്ണീരിലും
ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന കാണിക്കകളെയും കാഴ്ച നേർച്ചകളെയും ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിവാഹത്തിന് ശേഷം ആദ്യമായി ദേവാലയത്തിൽ വന്ന പുതിയ കുടുംബത്തിനും പിടിപ്പണ സ്തോത്ര കാഴ്ച സമർപ്പിക്കാനുള്ള പ്രിയപ്പെട്ടവർക്കും മറ്റ് സമർപ്പണങ്ങളും പ്രാർത്ഥനകളും ആവശ്യമുള്ളവർക്കും ഈ സമയം മുന്നോട്ട് വരാവുന്നതാണ്. സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. പ്രാർത്ഥിക്കാം. സർവ്വ നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ഉറവിടവും ദാതാവുമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്നറിയിച്ചിരിക്കുന്ന കർത്താവേ, ഈ വിശുദ്ധ ആരാധനയിൽ ദൈവസന്നിധിയിൽ സ്തോത്രത്തോടും കൃതജ്ഞതയോടും വരുവാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തിയ ഒരുക്കിയ കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളിൽ അവിടുന്ന് അനുദിനം നൽകുന്ന എല്ലാ നന്മകൾക്കായും അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം അർപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്തോത്ര കാഴ്ച അവിടുന്ന് സ്വീകരിക്കുകയും അധികം നന്മകളാലും അനുഗ്രഹങ്ങളാലും എല്ലാ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ സ്തോത്രത്തോടും നന്ദിയോടും ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ സാക്ഷ്യത്തോടെ മുന്നേറുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധികമായിട്ടുള്ള നന്മകൾ, അവരുടെ പ്രാർത്ഥനകൾ അവിടുന്ന് കേട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ സമർപ്പിച്ചിരിക്കുമ്പോൾ അവർ വിചാരിച്ചിരിക്കുന്ന ആഗ്രഹിക്കുന്ന അവരുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് നിവർത്തിച്ച് നൽകുന്ന ഒരു ദൈവമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹങ്ങളാൽ നന്മകളാൽ എല്ലാ പ്രിയമക്കളെയും അവിടുന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക നേർച്ചകൾ സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം അർപ്പിക്കുന്നു. സജികുമാർ അൻസാഭവനായിട്ട് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുരാജ് സി, ശോഭന എൽ, RS നിവാസിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഗ്രേഷ്മ രാജ് RS നിവാസിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും പ്രിയമക്കളുടെ മേൽ അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ പ്രാർത്ഥനകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം പകർന്നുവല്ലോ. ഇതുവരെയും ശക്തീകരിച്ച കർത്താവ് തുടർന്നും അനുഗ്രഹിക്കുകയും എല്ലാവിധമായ നന്മകളാലും അനുഗ്രഹങ്ങളാലും അവിടുന്ന് നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുകൃപകളും നന്മകളും പ്രാപിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ പ്രിയപ്പെട്ടവരെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രാവൺ ശുഭരാജ് ആലുവിളക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ സൗഖ്യത്തെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കൂടുതലായ അനുഗ്രഹിക്കണമേ, ദൈവകൃപയിൽ അവിടുന്ന് സൂക്ഷിക്കണമേ. പ്രഭേദൽ ദൈവകൃപയിൽ മുതിർന്നു വരുവാൻ ആ കുടുംബത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. GGB ജോസ് ജിബിൻ നിവാസിനായിട്ട് പ്രാർത്ഥിക്കുന്നു. 12-ാം തീയതി നടക്കുന്ന എക്സാമിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സഭയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രിയമകളെ അവിടുന്ന് സഹായിക്കണമേ. ഒരു ജോലിയിൽ പ്രവേശിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ വിജയൻ ആൻഡ് ചെറുപുഷ്പം കൈതലിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയ മാതാപിതാക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും കൃപയിൽ സൂക്ഷിക്കുകയും ചെയ്യണമേ. രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അവിടുന്ന് വിടുവിക്കണമേ. സൗഖ്യത്താൽ അവിടുന്ന് ശക്തീകരിക്കണമേ. അവിടെ പ്രാർത്ഥനയുടെ മേൽ ദൈവത്തിൻ്റെ കൃപ പകരണമേ എന്ന് അപേക്ഷിക്കുന്നു. ശ്രീമതി റോസ്മേരി കരിമ്പലാവളയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കണ്ണിൻ്റെ പ്രയാസത്തിൽ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാനും അത്ഭുത സൗഖ്യം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും യേശുവിലൂടെയുള്ള ദിവ്യ വെളിച്ചം പ്രാപിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് പ്രിയ മാതാവിനെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മിഷനറി പ്രവർത്തനത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ശ്രീ B. പീറ്റർ ശോഭാലയത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ സമർപ്പണത്തെ അവിടുന്ന് സ്വീകരിക്കണമേ. സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി കരുതുകയും ചെലവിടുകയും ചെയ്യുന്നത് നന്മയാക്കി അനുഗ്രഹമാക്കി അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗൃഹപ്രവേശത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന വൈശാഖ് RSനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രിയ സഹോദരൻ്റെ ഉപജീവനം ഔദ്യോഗിക ജീവിതത്തിനായിട്ട് സ്തോത്രം, കുടുംബത്തിനായിട്ട് സ്തോത്രം. ദൈവികമായ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹത്തോടെ മുന്നേറുവാനും അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അപ്രകാരം തന്നെ പലവിധമായ ആവശ്യങ്ങളോടെ ആയിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. കുടുംബ കാണിക്കൽ അർപ്പിച്ചിരിക്കുന്ന ശ്രീ അരുൾദാസ് MJ, സീന അരുൾ, ആരുൺ AS, ആൽബിൻ AS നേറ്റിൻകരിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ശ്രീ ബിബിൻ SS, ബിജി ബിബിൻ, സാൻഡ്രിന ബിബിൻ, സാൻഡിനോ ബിബിൻ ആയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ശ്രീമതി ലത അന്തിയൂരിനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും കുടുംബ കാണിക്കകളെ അവിടുന്ന് സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. തിരുനന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ മുന്നേറുവാൻ അവിടുന്ന് സഹായിക്കണമേ. എല്ലാ നന്മകളാലും അവിടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പ്രത്യേകിച്ച് വിവാഹ വാർഷിക കാണിക്കൽ അർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ശ്രീ സുരേഷ് എം ആൻഡ് ഷൈനി സുരേഷ് ആശിഷ് ഭവനായിട്ട് പ്രാർത്ഥിക്കുന്നു. ജന്മനാൾ കാണിക്കൽ അർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഓർക്കുന്നു. ശ്രീ സുരേഷ് എം ആശിഷ് ഭവനായിട്ട് പ്രാർത്ഥിക്കുന്നു. ശ്രീമതി സജി ചന്ദ്രൻ ഏതന്യ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ എല്ലാം കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. പുതിയ വയസ്സുകളെ അനുഗ്രഹിക്കണമേ. ദീർഘവർഷങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദീർഘായുസ്സോടായിരിക്കാനും പുതിയ വയസ്സിൽ പുതിയ നന്മകളും കൃപകളും പ്രാപിപ്പാനും അവിടുന്ന് പ്രിയപ്പെട്ടവരെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ദൈവമായ കർത്താവെ, പിടിപ്പണ സ്തോത്ര കാഴ്ച സമർപ്പിച്ചിരിക്കുന്ന പ്രിയ കുടുംബത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ശ്രീ സുരേഷ് ആശിഷ് ഭവനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയ കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രിയ മക്കളെ അനുഗ്രഹിക്കണമേ. പ്രിയ ഡിഗ്നേഷനായിട്ട് സ്തോത്രം. കർത്താവെ, അവർ കുടുംബമായി സമർപ്പിച്ചിരിക്കുന്ന ഈ സമർപ്പണത്തെ അവിടുന്ന് സ്വീകരിച്ച് അധികം നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. ദൈവസന്നിധിയിൽ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പിച്ചിരിക്കുമ്പോൾ അവരുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, അവരുടെ സഹോദര കുടുംബങ്ങൾ എല്ലാവരും നന്മകളാൽ നിറയപ്പെടുവാൻ, പ്രിയ കുടുംബം നന്മകളാൽ നിറയപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ. എല്ലാ കൃപയിലും അനുഗ്രഹത്തിലും അവിടുന്ന് പരിപാലിക്കുകയും ചെയ്യണമേ. ദീർഘായുസ് കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് ദൈവാലയത്തിൽ ആദ്യമായി എത്തിയ രജനീഷിനായിട്ടും രമ്യ രജനീഷ് ഇമ്മാനുവൽ ഇടമനക്കുഴിക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പ്രിയ സഹോദരങ്ങൾക്കായിട്ട് സ്തോത്രമർപ്പിക്കുന്നു. അവർ പ്രവേശിച്ചിരിക്കുന്ന കുടുംബ ജീവിതത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. രജനീഷിനെയും രമ്യയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരാരംഭിച്ചിരിക്കുന്ന കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, യോശുവ ഭക്തൻ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നുള്ള വചനപ്രകാരം അനുഗ്രഹത്തോടെ നന്മയോടെ കുടുംബജീവിതത്തിൽ ആയിരിക്കുമ്പോൾ ദീർഘവർഷങ്ങൾ ഒരുമിച്ച് വസിച്ച് കുടുംബജീവിതത്തിൻ്റെ നന്മകളും തലമുറകളുടെ അനുഗ്രഹങ്ങളും കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ആത്മീകവും ഭൗതികവുമായ കൃപകളാൽ അവിടെ നിറയ്ക്കണമേ. അവിടെ മാതൃകയുള്ള ക്രിസ്തീയ കുടുംബജീവിതം നയിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ പ്രിയപ്പെട്ടവരെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലയത്തിലും സമൂഹത്തിലും ഒക്കെ കർത്താവെ, ദൈവത്തെ മഹത്വപ്പെടുത്തി ശോഭിക്കുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ സമർപ്പണങ്ങളെയും, ലേലത്തിനായിട്ടുള്ള കാഴ്ചകളെയും മറ്റ് സമർപ്പണങ്ങളെയും എല്ലാം സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. ദൈവസന്നിധിയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും സമർപ്പണങ്ങൾ കർത്താവെ, അങ്ങേക്ക് സുഗന്ധവാസനയുള്ള യാഗമായി മാറുവാൻ, അത് ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമാകുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആലയത്തിലായിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ദൈവകൃപയും ആശംസിക്കുന്നു. അറിയിപ്പുകളായിട്ട് നൽകാനുള്ളത്, നമ്മുടെ ലഘുധന നിക്ഷേപ പദ്ധതി ഇന്നു മുതൽ വീണ്ടും ആരംഭിക്കുകയാണ്. ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം നമുക്ക് അല്പ ദിവസമേ അത് നടത്താനായിട്ട് സാധിച്ചുള്ളൂ. ഇത്തവണയും ശ്രീ സുരേഷും ഷൈനി സുരേഷുമാണ് അതിന് നേതൃത്വം നൽകുന്നത്. സഭയിലെ എല്ലാവരുടെയും പങ്കാളിത്തവും അതിൽ ഉണ്ടാകണം എന്ന് പ്രത്യേകമായിട്ട് സഭയെ ഓർമ്മപ്പെടുത്തുന്നു. സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രാരംഭം കുറിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക പ്രാർത്ഥന ഇന്ന് ആരാധനയ്ക്ക് ശേഷം ഉണ്ടായിരിക്കും. എല്ലാ സംഘടനാംഗങ്ങളും, അത് സൺഡേ സ്കൂൾ, ബാലജന സഖ്യം, യുവജന സംഘടന, സ്ത്രീജന സംഘടന, എല്ലാ സംഘടനാംഗങ്ങളും ആരാധനയ്ക്ക് ശേഷം ഇവിടെ ഉണ്ടായിരിക്കുക. പ്രവർത്തന ഉദ്ഘാടനം എന്നുള്ള നിലയിൽ ഒരു പ്രാരംഭ പ്രാർത്ഥനയും ആവശ്യമായ നിർദ്ദേശങ്ങളുമാണ് അതിൽ നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു 15 മിനിറ്റ് കൊണ്ടുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനയോടുകൂടെ അത് അവസാനിപ്പിക്കുന്നതാണ്. എല്ലാവരെയും, എല്ലാ രക്ഷകർത്താക്കളെയും അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ ആയിരിക്കുന്ന സമയത്തെല്ലാം ഈ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. മാസ്ക് ധരിക്കുക, നമ്മൾ സാമൂഹ്യ അകലം പാലിക്കുക, കരുതലോടെ ആയിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ചുറ്റിലും പലർക്കും പല സ്ഥലങ്ങളിലും ഒക്കെ ഈ കോവിഡിൻ്റെ എണ്ണം കൂടുകയും പ്രശ്നങ്ങളാകുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കരുതൽ എപ്പോഴും ഉണ്ടാകണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. സർക്കാർ പറയുന്നത് പോലെ ഭയം വേണ്ട, ജാഗ്രത മാത്രം മതി. ആ ഒരു ശ്രദ്ധ നമ്മുടെ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സംഘടനകളെക്കുറിച്ച് മഹാഡയിൽ നിന്നുള്ള നിർദ്ദേശം, സഭാ ശുശ്രൂഷകൻ നിർദ്ദേശിക്കുന്ന വ്യക്തികളെ വെച്ച് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ്.
ആ പേരുകൾ മഹായിടവ ബോർഡുകളിൽ നൽകിയിട്ട് ബോർഡ് അത് അംഗീകരിച്ച് നൽകുമ്പോഴാണ് നമുക്കിവിടെ പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു തീരുമാനം, കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് 2 മാസമേ സമയം കിട്ടിയുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ആളുകളെ തന്നെ അവരുടെ പേരുകൾ തന്നെ എഴുതി കൊടുക്കണമെന്നാണ് എൻ്റെ തീരുമാനം. അതനുസരിച്ച് ഇന്ന് ഡിസ്ട്രിക്ട് ചെയർമാനെ ആ പേരുകൾ ഏൽപ്പിക്കുകയും അത് മഹായിടവയിൽ അറിയിച്ചതിന് ശേഷം അടുത്ത ആഴ്ചയിൽ ഔദ്യോഗികമായിട്ട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യും. അതേസമയം കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എല്ലാവരും അവരുടെ ക്യാഷ് ബുക്കും മിനിറ്റ് ബുക്കും മറ്റ് ബുക്കുകളും എല്ലാം ഇന്ന് തന്നെ അതിൻ്റെ ബന്ധപ്പെട്ടവർ സൈൻ ചെയ്ത് ഏൽപ്പിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ വാർഷികം നടന്നു. അതിന് ഇനിയും സമ്മാനങ്ങൾ കൈപ്പറ്റാനുള്ളവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ദയവായിട്ട് ബന്ധപ്പെട്ട ഭാരവാഹികളെ കണ്ട് അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് അറിയിക്കുന്നു. നമ്മുടെ സഭാദിനം സാധാരണ നവംബർ 1 തീയതിയാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ നടത്തുന്നത്. കഴിഞ്ഞ വർഷം ആ സമയത്ത് നമുക്ക് കോവിഡിൻ്റെ ഒരുപാട് പരിമിതികളും ക്രമമായ ആരാധനകൾ നടക്കാത്തതും പിന്നെ 2 ആരാധന ക്രമീകരിക്കേണ്ടുന്ന സാഹചര്യമൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ 61ാമത് സഭാദിനം അതിൻ്റെ ആഘോഷം കുറച്ച് നീട്ടിവെച്ചത്. കഴിഞ്ഞ ആഴ്ച കൂടിയ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം അത് ഫെബ്രുവരി മാസം 7 മുതൽ 14 വരെ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 7 തീയതി സഭാദിനാഘോഷങ്ങളുടെ ഉദ്ഘാടനം നടത്തി വാർഡ് കൺവെൻഷനുകളും പ്രത്യേക ഏകദിന കൺവെൻഷൻ, പ്രത്യേക ഉപവാസാരാധന, അതിനെല്ലാം പ്രത്യേക അതിഥികളെ ക്ഷണിച്ചുകൊണ്ട് ആരാധനകൾ ക്രമീകരിക്കാനും ആരാധനയോടുകൂടെ തന്നെ 14 തീയതി സ്നാന സ്ഥിരീകരണ ശുശ്രൂഷകളോടുകൂടെ ഈ സഭാദിനാഘോഷം നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന അതിലുണ്ടാകണം. എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യം, ഇനിയും സ്നാനം സ്വീകരിക്കാനുള്ളവർ, മുതിർന്ന സ്നാനം എടുക്കാനുള്ളവരുണ്ടെങ്കിലും ശിശു സ്നാനത്തിനുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും അപേക്ഷകൾ ഇന്ന് നൽകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ശിശു സ്നാനം പലരും ഉണ്ട്, അവർ അപേക്ഷകൾ എഴുതി ചർച്ച് കമ്മിറ്റി ഏൽപ്പിക്കണം. അതോടൊപ്പം തന്നെ സ്ഥിരീകരണം, തിരുസഭാംഗങ്ങളാകാൻ താല്പര്യമുള്ളവർ, 12 വയസ്സ് കഴിഞ്ഞവർക്ക് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് തിരുസഭാംഗമാകാം. അതിൽ പലർക്കും, കുറേ പിള്ളേർക്കൊക്കെ അതിലൊരു ആവശ്യമുണ്ട്, അടുത്ത വർഷമാവട്ടെ പിന്നീടാവട്ടെ. സാധാരണ പലപ്പോഴും ഈ തിരുസഭാംഗമാകാൻ ഉത്സാഹം കൂടുന്നതാണ് കണ്ടിട്ടുള്ളത് നമുക്ക്. കാരണം കുറേ കാലങ്ങളായി എല്ലാവരും വൈനും വേഫറും അപ്പവും വീഞ്ഞും സ്വീകരിക്കുന്നത് നമുക്ക് എപ്പോഴും സ്വീകരിക്കാമെന്ന് ആഗ്രഹിക്കേണ്ട. ചില കുട്ടികൾ നേരെ തിരിച്ചാണ് കാണുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ഒരു പ്രധാന ഘടകമാണ് തിരുസഭാംഗം ആവുക എന്നുള്ളത്. അത് കുറച്ചുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനും കുറച്ചുകൂടെ ദൈവസന്നിധിയിൽ വിധേയപ്പെടാനും കുറച്ചുകൂടെ ദൈവപാതയിൽ സഞ്ചരിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമാണത്. അപ്പോൾ കൂടുതൽ വേദവസം വായിക്കാനും പഠിക്കാനും കൂടുതൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാനും, അപ്പോൾ സ്ഥിരീകരണ ശുശ്രൂഷയിലും തിരുസഭാംഗമാവുമ്പോഴും കൂടുതലായി ദൈവകൃപ പ്രാപിക്കാനുള്ള ഒരു അവസരമാണ് അങ്ങനെ അതിനെ കാണുകയും ഈ ശുശ്രൂഷയുടെ ഭാഗമാകാനായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് പേര് നമ്മുടെ സഭയിൽ ഇനിയും തിരുസഭാംഗങ്ങളുണ്ട്. മുതിർന്നവരിൽ ചിലർ പ്രായത്തിൻ്റേത് കൊണ്ടും ഇനി എങ്ങനെയെന്നുള്ള ചിന്ത കൊണ്ടും ആയിരിക്കുന്നവരുണ്ട്. അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾക്ക് ലഘുവായ നിർദ്ദേശങ്ങൾ നൽകി നിങ്ങൾക്കും തിരുസഭാംഗമാകാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഗാന പരിശീലനം ഉണ്ടായിരിക്കും. അടുത്ത ഞായറാഴ്ച സഭാ വികസന കമ്മിറ്റി ഉണ്ടായിരിക്കും. സഭാ വികസന പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളതിനെ വളരെ പ്രാധാന്യത്തോടെ കാണണം. നമ്മുടെ ബാധ്യതകളൊക്കെ വളരെ വലിയ ബാധ്യതകളാണ് നമുക്ക് ഇനിയുള്ളത്. നമ്മുടെ ഗോൾഡ് ലോൺ അഡ്വാൻസ് തന്നെ സുരേഷ് കുമാർ സാറേസ് ഗ്രാമിക 4,60,000 രൂപ ഗോൾഡ് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ബിജിൻ ഡീക്കൻ 1,00,000 രൂപ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് ഗോൾഡ്. ശ്രീ അനിൽദാസ് 1,00,000 രൂപ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ശ്രീ സാലു പറമ്പുളാകം ക്യാഷ് 1,00,000 രൂപ നൽകിയിട്ടുണ്ട്. ശ്രീ അനി വി.ഒ. അനുഗ്രഹ നിവാസ് അവർ 25,000 രൂപ നൽകിയിട്ടുണ്ട്. ഇനിയും കൊടുക്കത്ത് തീർക്കാനുണ്ട്. അതുപോലെ ഗോൾഡ് നൽകിയിട്ടുള്ള ശ്രീ ഷൈൻലാൽ ഷേർലി ഭവൻ 90,000 രൂപ. ശ്രീ സബീഷ് കുമാർ 84,000 രൂപ. ശ്രീ അനിൽദാസ് ആൻഡ് ജോയ് മോഹൻ 1,16,000 രൂപ. ഇങ്ങനെ ഒരുപാട് പേര് ചെറുതും വലുതുമായി ഒരുപാട് തുകകൾ അഡ്വാൻസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ സഭയുടെ ബാധ്യതകൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണിത്. കുറച്ച് പേര് വളരെ റിസ്ക് എടുത്ത് സ്ട്രെയിൻ എടുത്ത് നമ്മൾ അപ്പോൾ കഴിഞ്ഞ ഏപ്രിലിൽ നടത്തുന്ന ഭാഗ്യധാരയിൽ കൂടെ ഈ ബാധ്യതകൾ തീർക്കാമെന്ന് പറഞ്ഞാണ് എല്ലാ അഡ്വാൻസും വാങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ഏപ്രിൽ, വർഷം 1 പോകുന്നു. അപ്പോൾ ഇത് നമ്മുടെ നിർബന്ധം നമ്മൾ ശ്രദ്ധിക്കുകയും ഈ വരുന്ന ദിവസങ്ങളിൽ സഭാവികസന പ്രവർത്തനങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകുകയും ചെയ്യണം. അതിൽ പ്രധാനം
അടുത്ത ആഴ്ച കമ്മിറ്റിയിൽ എല്ലാവരും പങ്കെടുക്കുക. മറ്റൊന്ന്, എല്ലാ ഭവനങ്ങളിലും നിശ്ചിതമായ ഒരു തുക എഴുതിയിട്ടുണ്ട് മാസം തോറും നൽകാനായി. ആ തുകകൾ നിങ്ങൾ കൃത്യമായി ജനുവരി മാസം മുതൽ നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം നിങ്ങളെ കഴിഞ്ഞ വർഷം ഈ സമയം ഏൽപ്പിച്ച ഭാഗ്യധാര കൂപ്പണുകൾ, അത് പല സ്ഥലത്തായിട്ട് ചിലപ്പോൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകും, അതെല്ലാം എടുക്കുക. അതിൻ്റെ പ്രവർത്തനങ്ങളും നമുക്ക് സജീവമാക്കേണ്ടതായിട്ടുണ്ട്. ഇത് എല്ലാവരും ശ്രദ്ധിച്ച് ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുകയും നമ്മുടെ ബാധ്യതകൾ പരിഹരിക്കുക മാത്രമല്ല, നമ്മുടെ ദേവാലയത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്, ഈ സഭ തന്നെയാണ്. അത് എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യുക. ബാലരാമപുരം ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ 5ാമത് വാർഷികം കഴിഞ്ഞ ആഴ്ച നടക്കുകയുണ്ടായി. നമ്മുടെ സഭയിൽ നിന്ന് ഏകദേശം 25ഓളം പേര് വിവിധ നിലകളിൽ പങ്കെടുത്തു. പ്രത്യേകിച്ച് കൊയറങ്ങൾ, 11 കൊയറങ്ങളാണ് പങ്കെടുത്തത്. വളരെ ഹൃദയംഗമായ നന്ദി പങ്കെടുത്ത എല്ലാ കൊയറംഗങ്ങളോടും അറിയിക്കുകയാണ്. പങ്കെടുത്ത അംഗങ്ങളോടും പ്രത്യേകിച്ച് കൊയറങ്ങളോടും. കൊയറങ്ങൾ അവിടെ വരികയും പ്രത്യേക ഗാനങ്ങൾ ആലപിക്കുകയും, ആലപ്പുഴ പള്ളിയിലെ അംഗങ്ങളാണ് വാസ്തവത്തിൽ ആ ഫംഗ്ഷൻ്റെ അവസാനം വരെയും ഉണ്ടായിരുന്ന പ്രോഗ്രാമിനെ വിജയകരമാക്കി തീർത്തത്. പ്രത്യേകിച്ച് ഞാനതിൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കുന്നു എന്നുള്ള നിലയിലും എൻ്റെ മാനം കാത്തത് നിങ്ങളുകൂടെയാണ്. അതുകൊണ്ട് നിങ്ങളോടുള്ള പ്രത്യേക നന്ദിയെ എൻ്റെ വ്യക്തിപരമായ പേരിലും ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ പേരിലും അറിയിക്കുന്നു. അതോടൊപ്പം അതിന് വിവിധ നിലകളിൽ നേതൃത്വം നൽകിയ എബിൻ, ബിബിൻ, ഫ്ലക്സിൻ്റെ ക്രമീകരണം ചെയ്ത റെനിമോൻ, ബാബുരാജ്, അതുപോലെ തന്നെ മറ്റെല്ലാ നേതൃത്വങ്ങളും ചെയ്ത അതിൻ്റെ ട്രഷറായിരിക്കുന്ന സുരേഷ് സാർ, എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള എൻ്റെ പേരിലും ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ പേരിലുമുള്ള പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഉപവാസ ആരാധന നടന്നു. ഏകദേശം 25 പേര് പങ്കെടുത്തു. അപ്പോൾ കൂടുതൽ ആളുകൾ ഈ ഉപവാസ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാനും സാക്ഷിക്കാനും ഒരുപാട് സാക്ഷ്യങ്ങളാണ് ഇന്നലെ കേട്ടത്. അത്ഭുത സാക്ഷ്യങ്ങളാണ്. നമ്മുടെ സഭയിലിരുന്ന് അവർ പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച നന്മകൾ, അവർ കുടുംബങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച സൗഖ്യം, വിടുതൽ, എത്രയോ സാക്ഷ്യങ്ങൾ കേൾക്കാനായിട്ട് ഇന്നലെ ഇടയായി. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കൂടി വരാനുള്ള ഒരു അവസരമാണ് വെള്ളിയാഴ്ചത്തെ വൈകിട്ടത്തെ ആരാധന. മനഃപൂർവ്വമായിട്ട് നമ്മൾ ശ്രമിക്കുക ഈ പുതിയ വർഷത്തിൽ നമുക്ക് ലഭിക്കുന്ന സാധ്യതകളിൽ ദേവാലയത്തിൽ വന്ന് ഒരല്പസമയം ഇരുന്ന് ദൈവത്തെ പാടാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ലഭിക്കുന്ന അവസരം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക. വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 7 മുതൽ 8 വരെ, 2ാം ശനി പ്രാർത്ഥന, ഇതെല്ലാം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന തുടർന്നും ഉണ്ടാകണമെന്ന് അറിയിക്കുന്നു. ഭവനാരാധനകൾ താല്പര്യമുള്ളവർ അറിയിച്ചാൽ അത് ക്രമീകരിക്കുന്നതായിരിക്കും. നമ്മുടെ ഇപ്പോഴത്തെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി തന്നെ ഭവന പ്രാർത്ഥനകളും ആരാധനകളും ക്രമീകരിക്കും. അതുപോലെ വാർഡ് കൺവെൻഷനുകളായി നമ്മുടെ സഭയിലെ കൊയർ ഉൾപ്പെടെ വന്നുള്ള വാർഡ് കൺവെൻഷൻ ക്രമീകരിക്കാൻ ഏതെങ്കിലും ഭവനങ്ങളോ ഏതെങ്കിലും സ്ഥലത്തിലുള്ള കുടുംബങ്ങളോ വാർഡുകളോ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട വാർഡ് ഡീക്കിനെയോ എന്നെയോ അറിയിച്ചാൽ ഈ സഭാദിന വാരത്തിൽ നമുക്ക് പ്രത്യേക വാർഡ് കൺവെൻഷനുകളും ക്രമീകരിക്കുന്നുണ്ട്. അതിലും നിങ്ങൾക്ക് അതിൻ്റെ അവസരം ലഭിക്കും എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച ഒരു കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന്, നമ്മൾ തലയിൽ മൂടുപടം ധരിക്കുന്നത് സ്ത്രീകൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും ദേവാലയത്തിൽ വരുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇരിക്കുകയും അതോടൊപ്പം ആരാധന തീരുമ്പോൾ നമ്മുടെ ആമേൻ പാട്ട് പാടുമ്പോഴും മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് പിരിയുന്നതും കൂടുതൽ ദൈവാനുഗ്രഹവും കൂടുതൽ ഭയഭക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനും ഇടയാകും. അതോടൊപ്പം നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ ഭംഗിയായി ക്രമീകരിക്കാനും എല്ലാ കുടുംബങ്ങളും ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം സർട്ടിഫിക്കറ്റ് സംബന്ധമായ കാര്യമാണ്. അതിലൊന്ന് SIUC സർട്ടിഫിക്കറ്റ്. കുട്ടികളുടെ സ്കൂളിലുള്ള ക്രമീകരണങ്ങൾ 10ാം ക്ലാസ് വരെ നോക്കിയിരിക്കാതെ നേരത്തെ തന്നെ അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യണം. ഈ സഭ ഭിന്നത്വത്തിൽ വന്ന സഭ എന്നുള്ള നിലയിൽ തന്നെ കുറേയധികം പേർക്ക് ഈ അവരുടെ മാതാപിതാക്കൾ, അവരുടെ അതിന് മുമ്പുള്ള മാതാപിതാക്കൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം പലതും ക്രമീകരിക്കാനായിട്ടുണ്ട്. അതിനെ തെറ്റുകൾ തിരുത്താനായിട്ടുണ്ട്. ആ ക്രമീകരണങ്ങളൊക്കെ ഏകദേശം 4-5 മാസത്തെ പ്രോസസ്സാണ്. അതൊക്കെ സമയത്ത് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ വിവാഹം കഴിക്കുന്നവരും ഉള്ള ശ്രദ്ധ, നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് പിന്നീട് കിട്ടണമെങ്കിൽ CSIയിലെ മെമ്പറായി തന്നെ ഇരുന്നാലേ സർട്ടിഫിക്കറ്റ് ഭിന്നത്തേതിൽ വിവാഹം കഴിഞ്ഞ് പോകുന്ന പെൺകുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് പിന്നീട് കിട്ടണമെങ്കിൽ CSI മെമ്പർ തന്നെ ആയിരിക്കണം. അപ്പോൾ അതിനുള്ള ക്രമീകരണവും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ കഴിയുന്നിടത്തോളം നിങ്ങൾ ശ്രദ്ധിക്കുകയും അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് മുന്നോട്ട് പോകണം. അത് നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കെല്ലാം അത് വളരെ പ്രയോജനപ്രദമാണ്. മറ്റൊരു കാര്യം, ഈ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ നല്ല രീതിയിൽ നടക്കുന്നു. പക്ഷെ ആൺകുട്ടികളുടെ വിദ്യാഭ്യാസം അതിന് ഒത്തവണ്ണം വരുന്നില്ല.
ഇപ്പോൾ പല ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിലെ അക്കൗണ്ടയുടെ നിന്നും ചർച്ച ചെയ്തപ്പോഴാണ് നമ്മുടെ ഒരുപാട് പള്ളികളിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, പെൺകുട്ടികളായ ഡോക്ടേഴ്സ്, MD കഴിഞ്ഞ ഡോക്ടേഴ്സ്. പക്ഷേ അവരുടെ ഒന്നും വിവാഹം കഴിഞ്ഞിട്ടില്ല. കാരണം അവർ MBBS കഴിഞ്ഞപ്പോൾ വിചാരിച്ച് MD കഴിയട്ടെ, ഡോക്ടറിനെ വിവാഹം കഴിക്കാൻ കിട്ടും, ഇങ്ങനെയൊക്കെ കണക്കാക്കി എല്ലാം നോക്കിയിരുന്നു. പക്ഷേ അതെല്ലാം ആയിട്ടും 28, 29, 30, 31 വയസ്സായിട്ട് വിവാഹം കഴിയാത്ത ഡോക്ടേഴ്സ്. അപ്പോൾ ഇതൊരു പ്രധാന പ്രയാസമാണ്, ഒരു പ്രതിസന്ധിയാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. നമ്മുടെ പള്ളിയിലുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും ആൺകുട്ടികളുടെ വിദ്യാഭ്യാസവും ഒന്ന് നമ്മൾ തന്നെ എടുത്തു നോക്കണം. നമ്മുടെ വീടുകളിലുള്ള ആൺകുട്ടികളുടെ വിദ്യാഭ്യാസവും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും പ്രകാരമാണ്. അത് നമ്മുടെ രക്ഷകർത്താക്കളും ആൺകുട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഇതുകൊണ്ടുണ്ടാകുന്ന കുഴപ്പം, നമ്മുടെ പെൺകുട്ടികൾ അവരുടെ വിദ്യാഭ്യാസത്തിനോ ജീവിതത്തിനോ ഒത്തവണ്ണമുള്ള വിവാഹത്തിന് വേണ്ടി മറ്റ് സഭകളിലോട്ടോ മറ്റ് സ്റ്റേറ്റുകളിലോട്ടോ ഒക്കെ വിവാഹം കഴിഞ്ഞ് പോകുന്നു. അത് നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും ഒക്കെ ഒരു നഷ്ടമാകുന്നു എന്നുള്ളത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. അത് സഭയ്ക്കുള്ളിലായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളത് ഓർക്കുന്നു. ഞാനിപ്പോൾ മനസ്സിലാക്കിയത്തോളം ഇനി ഈ ഏപ്രിൽ മെയ് ഈ വരുന്ന ഒരു 3-4 മാസത്തിനുള്ളിൽ 6-7 വിവാഹങ്ങളാണ് നമ്മുടെ പള്ളിയിൽ നടക്കുന്നത്, പെൺകുട്ടികളുടെ വിവാഹമാണ്. പക്ഷെ പയ്യന്മാരൊന്നും വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മുടെ പയ്യന്മാരൊക്കെ ഒന്ന് സജീവമാവണം, ആക്റ്റീവാവണം. നമ്മുടെ സ്പോർട്സ് ഐറ്റംസിന് മാത്രം ഇവിടെ വന്നാൽ പോരാ, പള്ളിയിൽ ആരാധനയ്ക്ക് വരണം, കൃത്യമായിട്ട് മറ്റു കാര്യങ്ങളിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കണം. ജോലി വാങ്ങാനും പഠിക്കാനുമുള്ള പരിശ്രമം നമ്മുടെ പയ്യന്മാർ മനഃപൂർവ്വമായിട്ട് എടുക്കണം. നമ്മുടെ കുടുംബങ്ങളെ ശരിയായിട്ട് നടത്താനും കുടുംബത്തിലെ അംഗബലം കൂട്ടാനും ഒക്കെ നമ്മുടെ കുടുംബങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു പ്രത്യേക ദിവസം ബഥേൽ ഗ്രാമിൽ നിന്ന് വന്ന് കളക്ട് ചെയ്യുകയുണ്ടായി. പ്രത്യേകിച്ച് ശ്രീ അപ്പുക്കുട്ടൻ ഷെളി ഭവൻ, ശ്രീ സുരേഷ് കുമാർ ഗ്രാമിക, 2 ഭവനങ്ങളിൽ നിന്നായിട്ടുള്ള പ്രത്യേക ക്രമീകരണത്തിൽ വന്ന സാധനങ്ങളാണ് അവർ വന്നെടുത്തത്. 3537 രൂപയ്ക്ക് ആ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ആ കുടുംബങ്ങളോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അവരുടെ സാധാരണയുള്ള വിസിറ്റ് 22-ാം തീയതി വെള്ളിയാഴ്ച ബഥൽ ഗ്രാമുകാർ വരും. എന്തെങ്കിലും ഓൾഡ് സാധനങ്ങൾ, പേപ്പറോ മറ്റ് സാധനങ്ങളോ ഉള്ളവർ ദേവാലയത്തിൽ എത്തിക്കാൻ സാധിക്കുന്നവർ അറിയിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ യൂത്ത് സെക്രട്ടറി നിധുനെ അറിയിച്ചാൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. 22-ാം തീയതി വെള്ളിയാഴ്ചയാണ് അവരെത്തുന്നത്. ഈ ആഴ്ചയിൽ വിവാഹ വാർഷികം ആഘോഷിക്കുന്നത് 11-ാം തീയതി തിങ്കളാഴ്ച ശ്രീ രാജീവ് OB ആൻഡ് സൗമ്യ രാജീവ് വൃന്ദാവൻ. അവരുടെ കുടുംബജീവിതത്തിൻ്റെ പുതിയ വർഷത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ വിവാഹ വാർഷിക ആശംസകളും സഭയുടെ പേരിൽ അറിയിക്കുന്നു. ജന്മനാൾ ആഘോഷിക്കുന്നവർ 10-ാം തീയതി ശ്രീ ബിനുകുമാർ L ആലുവിള പുത്തൻ വീട്, 12-ാം തീയതി ശ്രീ രാജൻ N പാറക്കുഴി, 14-ാം തീയതി ആതിര രാജനന്ദനം, 15-ാം തീയതി ശ്രീമതി ജയ T പാറക്കുഴി, റീജ R രാജസദനം, 16-ാം തീയതി ശില്പ JNS സോണിഭവൻ. ഇവരുടെ പുതിയ വർഷത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ജന്മനാൾ ആശംസകളും സഭയുടെ പേരിൽ അറിയിക്കുന്നു. ഇപ്പോൾ 513-ാമത്തെ ഗാനം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റെന്ന് കരങ്ങളടിച്ച് പാടാം.
യേശുവിൻ ഭാഗ്യസന്നിധിയിൽ നീതിയിൽ മടമോടിയതും നിൻ മക്കൾക്ക് സ്വർഗ്ഗേ ലഭിക്കും. നിൻ മഹാകൃപയാൽ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയാൽ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. ായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് സ്തോത്രം. ദൈവവചനം ധ്യാനിക്കുന്ന ഈ സമയത്ത് ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. വചനസത്യങ്ങൾ ഗ്രഹിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. എൻ്റെ വായിലെ വാക്കുകളും അവിടുത്തെ ജനത്തിൻ്റെ ഹൃദയത്തിലെ ധ്യാനവും ഒരുപോലെ അങ്ങേക്ക് പ്രസാദകരമാകുവാൻ സഹായിക്കണമേ. ആമേൻ. ഇരിക്കാം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ക്രിസ്തുമസിന് ശേഷം ക്രിസ്മസ് ആഘോഷങ്ങളുടെ സമാപനമായി സഭാചരിത്രം ക്രമീകരിച്ചിട്ടുള്ള എപ്പിഫനി എന്ന ദിവസത്തിന് ശേഷമുള്ള വിശുദ്ധ ആരാധനയാണ്. എപ്പിഫനി എന്ന വാക്ക് നമ്മൾ അധികം കേട്ടിട്ടുണ്ടാകില്ല. യേശുക്രിസ്തുവിൻ്റെ മഹത്വപ്രകാശനത്തിൻ്റെ ഒന്നാം ഞായർ എന്നാണ് ഇന്നത്തെ ദിവസത്തെ, ഈ വിശുദ്ധ ദിവസത്തെ അറിയപ്പെടുന്നത്. എപ്പിഫനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനുവരി 6 ഒരു എപ്പിഫനി പെരുന്നാളായി ആചരിക്കുന്ന ഒരു ചരിത്രം സഭകൾക്കുണ്ട്. നമ്മുടെ പ്രസിഡന്റ് സഭകൾ, പ്രത്യേകിച്ച് നമ്മുടെ സഭയിലൊന്നും അത്തരത്തിലുള്ള പ്രത്യേക ആചരണങ്ങളൊന്നുമില്ല. എങ്കിലും ഈസ്റ്റേൺ സഭകളിലും മറ്റ് പ്രധാന സഭകളിലുമൊക്കെ ഈ ആചാരങ്ങളും ആഘോഷങ്ങളും ചടങ്ങുകളും ഒക്കെ കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുന്ന സഭകളിൽ അത്തരത്തിലുള്ള പ്രത്യേക ശുശ്രൂഷകളുണ്ട്. എപ്പിഫനി ഞായർ എന്ന് പറയുമ്പോൾ വിദ്വാൻമാർക്ക് അല്ലെങ്കിൽ ജ്ഞാനികൾക്ക് ക്രിസ്തുവിൻ്റെ ദർശനം നൽകിയതിൻ്റെ ഓർമ്മയ്ക്കായുള്ള ഒരു ആഘോഷമാണ് എപ്പിഫനി പെരുന്നാൾ. യേശു ബത്ലഹേം ഗോശാലയിൽ ഭൂജാതനായി എന്ന് വിദ്വാൻമാർ നക്ഷത്രം കണ്ട് ജ്ഞാനികൾ അത് അറിഞ്ഞിട്ട് അവർ യാത്ര ചെയ്തു. വളരെ യാത്ര ചെയ്ത് അവർ ആദ്യം കൊട്ടാരത്തിലെത്തി. എന്നിട്ടാണ് പിന്നീട് നക്ഷത്രത്തെ നോക്കിപ്പോയി പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ കണ്ടു, വണങ്ങി, മൂര് പൊന്ന് കുന്തിരിക്കം കാഴ്ചകൾ സമർപ്പിച്ചു. അപ്പോൾ ഈ വിദ്വാൻമാർക്ക്, ജ്ഞാനികൾക്ക് ക്രിസ്തു വെളിപ്പെട്ടതിനെയാണ് എപ്പിഫനി ദിവസം എന്ന് അറിയപ്പെടുന്നത്. എപ്പിഫനി എന്നുള്ളത് ഇംഗ്ലീഷ് വാക്കാണ്. അത് ഫ്രഞ്ച് വാക്കായ എപ്പിഫാനൈ എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത്. എപ്പിഫാനിയ എന്നാണ് ലാറ്റിനിൽ പറയുന്നത്. ഗ്രീക്കിൽ എപ്പിഫനയ്യ എന്നാണ്. അതിൻ്റെ അർത്ഥം വെളിപ്പെടുത്തുക, പ്രകടമാക്കുക, പ്രത്യക്ഷപ്പെടുക, രഹസ്യം വെളിപ്പെടുത്തുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ വെളിപ്പെടുത്തുക, പ്രത്യക്ഷപ്പെടുക, രഹസ്യം വെളിപ്പെടുത്തുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ഈ എപ്പിഫനി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എപ്പിഫനിക്ക് സമാനമായ മറ്റൊരു വാക്കാണ് തിയോഫനി, ദൈവത്തിൻ്റെ വെളിപ്പാട് എന്നാണ് അതിന് അർത്ഥം നമുക്ക് നൽകാനായിട്ട് സാധിക്കുന്നത്. ഈ എപ്പിഫനി ദിവസം സാധാരണയായി ക്രിസ്മസ് ഈവ് 24-ാം തീയതി രാത്രിയിൽ ആരംഭിച്ച് 12 ദിവസത്തെ പ്രത്യേക ആഘോഷങ്ങൾ, ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തി ജനുവരി 6-ാം തീയതിയാണ് ഈ എപ്പിഫനിയുടെ പെരുന്നാളായി ആഘോഷിക്കുകയും അത് ക്രിസ്മസ് ആഘോഷങ്ങൾ അവസാനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ക്രിസ്മസ് ആരംഭിച്ചുള്ള 12-ാം ദിവസം സാധാരണ ജനുവരി 6-ാം തീയതിയാണ്. അന്നത്തെ ദിവസം ക്രിസ്മസ് ആഘോഷങ്ങളുടെ സമാപനമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സമാപനമായിട്ട് ആരാധിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. സ്ത്രീകളുടെ ക്രിസ്മസ് എന്ന് അറിയപ്പെടാറുണ്ട്. ചെറിയ ക്രിസ്മസ് എന്നും ഈ ജനുവരി 6-ന് അറിയപ്പെടുന്നുണ്ട്. ഈസ്റ്റേൺ സഭകളിലൊക്കെ ജനുവരി 6 ക്രിസ്മസ് ദിനമായി ആഘോഷിക്കുന്ന സഭകളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു പ്രത്യേകതയാണ് ഈ ജനുവരി 6-നും എപ്പിഫനി ഞായറിന് ശേഷമുള്ള ഈ വിശുദ്ധ ദിവസം എന്നുള്ള നിലയിലും ഇന്നത്തെ ദിവസത്തിനുള്ള പ്രാധാന്യം. ഈ ദിവസത്തിൽ, ഈ ഒരു പുതിയ ഘട്ടത്തിൽ നമ്മളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്ന ഒന്ന്, നമ്മൾ വിളിക്ക് അനുസൃതമായി, വിളിക്ക് യോഗ്യമായി ജീവിക്കുക എന്നുള്ളതാണ്. ലിവ് വർത്തി ഓഫ് യുവർ കോളിംഗ്. വിളിക്ക് യോഗ്യമായി ജീവിക്കുക. നമ്മുടെ വിളി എന്താണ്, അതിന് യോഗ്യമായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ക്രിസ്തു വിശ്വാസികൾ അല്ലെങ്കിൽ സഭ എന്നുള്ളത് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അതുകൊണ്ടാണ് അതിനെ, സഭ എന്നുള്ളതിന് ഹീബ്രു വാക്കിൽ കാഹൽ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്.
വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. നമ്മളെ ഈ ബെൽ ശബ്ദം പോലും മണിയടിക്കുന്നത് പോലും അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ്. ദൈവജനത്തെ ആരാധനയ്ക്കായി വിളിക്കുകയാണ്, വിളിച്ച് വേർതിരിക്കുകയാണ്. ആ വിളിക്കുന്ന ശബ്ദമാണ് ഓരോ മണി മുഴങ്ങുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ ആരാധനയ്ക്കായി എന്നെ വിളിക്കുന്നു. അപ്പോൾ സഭ എന്നുള്ളത്, വിശ്വാസ സമൂഹം എന്നുള്ളത് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. വിളിക്കുക എന്നുള്ളതിന് ഗ്രീക്ക് ഭാഷയിൽ കലയോ എന്നാണ് പറയുന്നത്. ഈ വാക്കിൽ നിന്നാണ് ഈ എക്ലീസിയ എന്ന സഭ എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. പഴയ നിയമത്തിൽ നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ ദൈവം വിളിച്ചു. ഇസ്രായേൽ ജനത്തിൽ പല നേതൃത്വങ്ങളെയും, രാജാവിനെ തിരഞ്ഞെടുത്തതായാലും പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തതായാലും ന്യായാധിപന്മാരെ തിരഞ്ഞെടുത്തതായാലും അങ്ങനെ തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്കിൽ വെറുതെ കൂടാരത്തിനുള്ളിൽ ഉറങ്ങിക്കിടന്ന അബ്രാമിനെയാണ് ദൈവം വിളിക്കുന്നത്. ഞാൻ ദൈവമാണ്, നീ ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണാൻ കഴിയുമെങ്കിൽ നിന്റെ തലമുറ എണ്ണാം, മണൽപ്പരപ്പിലെ മണൽത്തരികളെ എണ്ണാമെങ്കിൽ നിന്റെ തലമുറകളെ എണ്ണാൻ സാധിക്കും, അത്രയധികം ഞാൻ നിന്നെ അനുഗ്രഹിക്കും. 75-ാമത്തെ വയസ്സിൽ മക്കളില്ലാതിരിക്കുമ്പോഴാണ് അബ്രഹാമിനോട് ദൈവം ഇത് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വിളി എന്നുള്ളത് നമ്മുടെ പ്രതീക്ഷകൾ അനുസരിച്ചായിരിക്കുകയല്ല, നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറമായി ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ സാധിക്കും. ഈ വിളിയും കേട്ടുകൊണ്ടാണ് 25 വർഷം പിറകെ നടന്ന് പിന്നെ 100-ാമത്തെ വയസ്സിലാണ് അബ്രഹാമിനൊരു കുഞ്ഞുണ്ടാകുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വിളിയെ കേൾക്കുകയും ആ വിളിയിൽ വിശ്വസിക്കാനും അതിനെ അനുവർത്തിക്കാനും സാധിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. മോശയെ ദൈവം വിളിച്ചു. പുറപ്പാട് പുസ്തകത്തിൽ നമ്മളത് കാണുന്നത്, മോശ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ 80-ാമത്തെ വയസ്സിൽ മോശയെ വലിയൊരു ദൗത്യത്തിനായി ദൈവം വിളിച്ചു, വിമോചകനായി ദൈവം നിയോഗിക്കുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ശമൂവേലിനെ വിളിച്ച് നിയോഗിച്ചത്, ഗിദെയോനെ വിളിച്ചത്, ഗിദെയോൻ കൃഷിസ്ഥലത്തിൽ ആയിരിക്കുമ്പോഴാണ് ഗിദെയോനെ ദൈവം വിളിക്കുന്നത്. അപ്പോൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലുള്ളവരെ ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിക്കുകയും വേർതിരിക്കുകയും നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് ഈ ആരാധനയ്ക്ക് വരാനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്, നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എപ്പോഴും ദൈവത്തിൻ്റെ വിളിയെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശുക്രിസ്തുവിലൂടെയാണ് ദൈവം സഭയെ വിളിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്കാണ് ദൈവം വിളിക്കുന്നത് എന്ന് 1 കൊരിന്ത്യർ 1:9 നമുക്ക് കാണാം. യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്കുള്ള ക്ഷണമാണ് ഓരോ ആരാധനകളും ഓരോ കൂട്ടായ്മകളും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് നാം. അതുകൊണ്ട് എന്താണ് നമ്മുടെ വിളി? വാട്ട് ഈസ് അവർ കോൾ? എന്താണ് നമ്മുടെ വിളി എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകണം. ആ വിളിക്ക് അനുസൃതമായി യോഗ്യമായി ജീവിക്കാനായിട്ട് വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ വിളിക്ക് അനുസൃതമായി ജീവിക്കുവാൻ ഉണ്ടാകേണ്ടുന്ന പ്രത്യേകതകളെക്കുറിച്ച് ഇന്നത്തെ വായനാ ഭാഗങ്ങളിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് ചിന്തിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിളിക്ക് അനുസൃതമായി ജീവിക്കാൻ എന്തൊക്കെ പ്രത്യേകതകൾ, വിശേഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം? ഒന്ന്, വിളിക്കുന്ന വ്യക്തിയെ അറിയുക എന്നുള്ളതാണ്. നമ്മൾ ആരെങ്കിലും വിളിച്ചാൽ നമുക്ക് പോകാമോ? ആരാണ് നമ്മെ വിളിക്കുന്നത്? ആരുടെ പുറകെയാണ് നമ്മൾ പോകുന്നത്? ഈ ഒരു തിരിച്ചറിവ് ഇന്ന് നമുക്ക് ഉണ്ടാകണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്ന് സമൂഹ മാധ്യമങ്ങൾ ഈ വിളി എന്നുള്ളതിനെ, അല്ലെങ്കിൽ സൗഹൃദങ്ങളെയും ഇഷ്ടങ്ങളെയൊക്കെ വേറൊരു തലത്തിൽ ആക്കി മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ വിളിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ പലപ്പോഴും പത്രത്തിലൂടെ കാണുകയും പലപ്പോഴും പറയുകയും ചെയ്ത 2 കാര്യങ്ങളാണ്. ഒരു പെൺകുട്ടി ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ആളിനെ കാണാനായിട്ട് അവിടെ ചെന്നപ്പോൾ അത് 65 വയസ്സുള്ള ഒരാളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. വേറൊരു സ്ത്രീ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ആളിനെ കാണാനായി ഇറങ്ങി പുറപ്പെട്ട് അവിടെ ചെന്നപ്പോൾ അത് 13 വയസ്സുള്ള ഒരു പയ്യനായിരുന്നു, ഒരു കൊച്ചു പയ്യനായിരുന്നു എന്ന് മനസ്സിലാക്കി. അപ്പോൾ വിളിക്കുന്നത് ആരാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. പുരുഷന്മാരും സ്ത്രീകളും, അല്ലെങ്കിൽ യുവാക്കളും യുവതികളും, നമ്മളെല്ലാവരും എന്നെ വിളിച്ചിരിക്കുന്നത് ആരാണ്, എന്താണ് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം, ആരാണ് വിളിച്ചത് എന്ന് തിരിച്ചറിയാൻ ഇന്ന് പലപ്പോഴും ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയും ഇന്നത്തെ പലതിൻ്റെയും അതിപ്രസരങ്ങളും നമ്മെ അനുവദിക്കുന്നില്ല. അവിടെ നമ്മുടെ കാഴ്ചയെ ബ്ലോക്ക് ചെയ്യുകയാണ്, പലപ്പോഴും കാഴ്ചകളെ ബ്ലോക്ക് ചെയ്യുകയാണ്. അപ്പോൾ വിളിക്കുന്നത് ആരാണെന്നുള്ള ഉത്തമ ബോധ്യം അബ്രഹാമിനും മോശയ്ക്കും അവർക്കെല്ലാവർക്കും എന്നെ വിളിച്ച ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്, ഇസ്രായേലിൻ്റെ ദൈവമാണ്, ആ ദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്നതെന്നുള്ള ബോധ്യമുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ അവർ ദൈവത്തിൻ്റെ പിന്നാലെ പോകാൻ തയ്യാറായി എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്ന് പല കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പലതരത്തിലുള്ള കൊലപാതകങ്ങൾ നമ്മൾ കാണുന്നു. ദുരഭിമാന കൊല എന്ന് നമ്മൾ വാർത്തകളിലൂടെ കേൾക്കുന്നു. അല്ലാതെ തന്നെയുള്ള കൊലപാതകങ്ങളും, കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഭർത്താവ് ഭാര്യയെ വെടിവെച്ച് കൊന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുദിനം കേൾക്കുകയാണ്. ഈ ജനുവരി 1-ാം തീയതി ആയതിനു ശേഷം തന്നെ അനിഷ്ട മരണങ്ങൾ ഒരുപാട് നമ്മൾ കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. നമ്മുടെ തന്നെ സമീപത്ത് നെയ്യാറ്റിൻകരയിൽ വീണ്ടും ഒരു സംഭവം ഉണ്ടായി. ഞാൻ മുമ്പ് ശുശ്രൂഷ ചെയ്ത ഒരു ഇടവകയിലെ ഒരു കുട്ടിയുടെ മകൻ, 11 വയസ്സായുള്ള മകനാണ്. ആ മകൻ ഏത് തരത്തിലാണെന്നറിയില്ല, ആ മകൻ്റെ കഴുത്തിൽ തോർത്ത് ചുറ്റി ആ മകൻ മരിക്കുന്നതിനിടയായി. അപ്പോൾ പല വാർത്തകളും പല പ്രശ്നങ്ങളും ഓരോ ഭവനങ്ങളിലും കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. അപ്പോൾ വിളി എന്താണ്, ആരാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, എന്നെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എന്താണ് എന്ന് മാതാപിതാക്കൾ ബോധ്യപ്പെടുകയും നമ്മുടെ കുട്ടികളെ ആ രീതിയിൽ ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കുകയും ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ദൈവം ക്രിസ്തുവിലൂടെ നമ്മെ വിളിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. പൗലോസ് ശൗൽ കുതിരപ്പുറത്ത് നിന്ന് വീണ് അന്ധനായി. അപ്പോഴോട് ചോദിക്കുകയാണ്, കർത്താവേ നീ ആരാണെന്ന് ചോദിക്കുകയാണ്. ആ ശബ്ദം കേൾക്കുമ്പോൾ അപ്പോൾ ക്രിസ്തു പറയുകയാണ്, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. വിളിക്കുന്നത് ആര് എന്ന് തിരിച്ചറിഞ്ഞ് പിൻപേ പോകാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റൊന്ന്, രണ്ടാമതായി വിളിയുടെ ലക്ഷ്യം അറിയുക. എന്തിനാണ് നമ്മൾ ആ വിളിയുടെ ശബ്ദത്തിൻ്റെ പിറകെ പോകുന്നത്, അതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് വാസ്തവമായി ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതാണ്. ചിലപ്പോൾ ചില വ്യക്തികളാകാം, ചില ആശയങ്ങളാകാം, ചില പ്രസ്ഥാനങ്ങളാകാം, സംഘടനകളാകാം, വ്യത്യസ്തമായ സാഹചര്യങ്ങളാകാം. അതിൻ്റെ ഉദ്ദേശം എന്താണ്, അതിൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ ജീവിതത്തെ തകർക്കാനുള്ളതാണോ? എൻ്റെ ജീവിതം അത് മുഖാന്തരം നാശത്തിലേക്ക് പോകുമോ? എൻ്റെ ജീവിതത്തിന്, എൻ്റെ കുടുംബത്തിന് അത് മുഖാന്തരം നന്മയുണ്ടാകുമോ? എൻ്റെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും എനിക്കും അത് മുഖാന്തരം മാനമുണ്ടാകുമോ, അപമാനമുണ്ടാകുമോ എന്ന് വിവേചിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്നുള്ളത് പ്രധാനമാണ്. അതുകൊണ്ട് വിളിയുടെ, ആരെങ്കിലും വിളിച്ചെന്ന് പറഞ്ഞ് കൊള്ളാം എന്ന് പറഞ്ഞ് പോയാൽ ആ വിളിയുടെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ് എന്ന് ഈ ഭൗതികമായ കാര്യത്തിലും നമ്മൾ വളരെ ജാഗ്രതയോടെ ആയിരിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ചുറ്റിലും ഉള്ളത്. കാരണം ഇന്നത്തെ വിളികളെല്ലാം വളരെ അധികം തട്ടിപ്പുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസമുള്ള ഒരു ചർച്ചയായിരുന്നു ഈ സാമ്പത്തിക തട്ടിപ്പ്. സാമ്പത്തിക ആപ്പുകളിലൂടെ ലോൺ തരാം, മറ്റ് ഇത് തരാം എന്ന് പറഞ്ഞ് ഓരോരുത്തരും വിളിക്കുകയാണ്. അതും വിളിയാണ്. സാർ ഇന്നതാണ്, ഇത്ര ശതമാനമേ ഉള്ളൂ, ഇത്ര രൂപയാണ്, ഇത് തന്നാൽ ഇത്ര തരും, ഇത്ര കഴിഞ്ഞ് ഇത്ര തരും, വിളികൾ വരികയാണ്. അതിൻ്റെ പിന്നാലെ പോയി ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾ ഇരുന്ന് കരയുകയാണ്. ഒരുപാട് തുകകൾ നഷ്ടപ്പെട്ടു, അവരുടെ ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെട്ടു, അവർക്കുണ്ടായിരുന്ന ഫോണിലെ വിവരങ്ങൾ നഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ. അപ്പോൾ ആരാണ് വിളിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. വിളിയുടെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അത് വളരെ പ്രധാനമാണ്. ഇനി ദൈവം നമ്മെ വിളിക്കപ്പെടുന്നത് പലപ്പോഴും അയക്കപ്പെടാനാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വിളിക്കുന്നത് വെറുതെ വിളിക്കുകയല്ല, ചിലതിന് അയക്കാൻ കൂടെയാണ്. അയക്കാൻ, ദൗത്യം ഏൽപ്പിക്കാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ ദൗത്യം ഏറ്റെടുക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുകയും വേണം. മൂന്നാമതായി വിശുദ്ധീകരണത്തിനായിട്ടുള്ള വിളി. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പാപത്തിൽ നിന്നുള്ള ഒരു വിശുദ്ധീകരണം. അപ്പോൾ കൃപ ലഭിക്കാൻ പാപം ചെയ്യണമെന്നല്ല, മറിച്ച് പാപത്തെ ഉപേക്ഷിച്ച് ജീവിക്കുവാൻ സാധിക്കണം. പ്രത്യേകിച്ച് അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യനീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. അപ്പോൾ റോമാ സഭയോട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ അവയവങ്ങളെ അനീതിക്ക്, അശുദ്ധിക്ക് അടിമകളാക്കി, നിങ്ങൾ അനാചാരങ്ങൾക്ക് അടിമകളാക്കി നിങ്ങൾ മാറ്റി. പക്ഷെ ഇന്ന് ഈ അനാചാരങ്ങളും അന്ധകാര ശക്തികളും ഒക്കെ നിങ്ങൾ മാറി, നിങ്ങൾ എന്ത് ചെയ്യാണ്? വിശുദ്ധീകരണത്തിനായി
നിങ്ങൾ സമർപ്പിപ്പിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ വിശുദ്ധീകരണത്തിനായിട്ടുള്ള ഒരു വിളിയാണ് ഇന്ന് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വിശുദ്ധി എന്നതിന് യാഗപീഠത്തിന് കൊള്ളാവുന്നത് എന്നൊരർത്ഥം കൂടെയുണ്ട്. വിശുദ്ധമായതിനെയാണ് യാഗപീഠത്തിൽ അല്ലെങ്കിൽ ദൈവാലയത്തിൽ അല്ലെങ്കിൽ നമ്മൾ ആർക്കും എന്തും സമർപ്പിക്കുന്നത് നൽകുന്നത് വിശുദ്ധിയുള്ളതിനെയാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യുക എന്നാണ്. അതാണ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ പറയുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. നിങ്ങളുടെ ശരീരങ്ങൾ എന്ത് ചെയ്യണം? ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കണം. അതുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണ്. ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവം, മനസ്സ് പുതുക്കിയുള്ള രൂപാന്തരം നിങ്ങൾക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മളെ തന്നെ നമ്മുടെ ജീവിതത്തെ യാഗമായി സമർപ്പിക്കുവാൻ തയ്യാറാണ്. ഒരു വിശുദ്ധീകരണമാണ് അത് ഉദ്ദേശിക്കുന്നത്. യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. അത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമാണ്. വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ വിചാരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി സൂക്ഷിക്കുവാൻ സാധിക്കണം. അത് വ്യക്തിപരമാണ്. വ്യക്തിപരമായിരിക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും, ഞാനിത് ചിന്തിക്കുന്നത് മറ്റാരും അറിയുന്നില്ലല്ലോ, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത് മറ്റാരും അറിയുന്നില്ലല്ലോ, എൻ്റെ ഈ മൊബൈലിനകത്താണല്ലോ എല്ലാം. പക്ഷേ ഇതെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ജീവിത വിശുദ്ധി എല്ലാ തരത്തിലും കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. 4-മതായി നന്മ ചെയ്യാനുള്ള വിളി. നന്മ ചെയ്യാനുള്ള വിളി. ഇന്ന് നമ്മൾ ഒരുമിച്ച് വായിച്ച 14-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്ന ഒരു ആശങ്ക ഇതാണ്: ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു, അവർ വഷളന്മാരായ മ്ലേച്ഛത പ്രവർത്തിക്കുന്നു, നന്മ ചെയ്യുന്നവൻ ആരുമില്ല. അപ്പോൾ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നന്മ ചെയ്യാനാണ്. നന്മ ചെയ്യാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യം ഈ സമൂഹത്തിൽ നമ്മിൽ നിലനിൽക്കുന്നു. മൂഢൻ എന്നുള്ളതിന് ഹിബ്രു ഭാഷയിൽ നാബാൽ എന്ന വാക്കാണ്. ഈ നാബാൽ എന്നുള്ളതിന് ധാർമ്മികത നഷ്ടമാക്കുന്ന അവസ്ഥ എന്നൊരർത്ഥം കൂടെയുണ്ട്. ധാർമ്മികത നഷ്ടമാക്കുന്ന അവസ്ഥ, നാബാൽ. അപ്പോൾ ധാർമ്മികത നഷ്ടമാവുകയാണ്. മൂഢൻ എന്നുള്ള ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ധാർമ്മികത നഷ്ടപ്പെട്ടവൻ. കാരണം വിവരക്കേട്, എന്തും ചെയ്യും, എങ്ങനെയും പ്രവർത്തിക്കും. ധാർമ്മികതയിൽ ജീവിക്കുക എന്നുള്ള ഒരു സന്ദേശം അതിലുണ്ട്. ധാർമ്മികതയ്ക്കായിട്ടുള്ള ഒരു വിളി കൂടിയാണ്. ധാർമ്മികതയ്ക്കായിട്ടുള്ള ഒരു വിളി. വില്യം പുള്ളാർഡ് എന്ന ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം അണുവിഭജന പരീക്ഷണം നടത്തി വിജയിച്ച ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ സഭയിൽ വന്ന വിദ്യാർത്ഥികളോട് പറഞ്ഞു, സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളോട് പറഞ്ഞു, ദൈവഭയം ഇല്ലെങ്കിൽ, ധാർമ്മികത ഇല്ലെങ്കിൽ ഈ അതുല്യ ശക്തി മനുഷ്യവർഗത്തെ നശിപ്പിക്കും. അണുവിസ്ഫോടനം അതിൻ്റെ പരീക്ഷണം നടത്തിയ ആളാണ് പറയുന്നത്, ദൈവഭയം ഇല്ലെങ്കിൽ, ധാർമ്മികത ഇല്ലെങ്കിൽ ഈ പരീക്ഷണം ഉണ്ടല്ലോ, ഈ പരീക്ഷണ വിജയം അത് മനുഷ്യനെ മുഴുവൻ നശിപ്പിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് ധാർമ്മികതയിൽ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കളോടുള്ള ശരിയായ ജീവിതവും ബന്ധവും, മാതാപിതാക്കൾ മക്കളോടുള്ള ശരിയായ ജീവിതവും ബന്ധങ്ങൾ ശരിയായി കാത്തു സൂക്ഷിക്കുക, ധാർമ്മികതയിൽ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്നത്തെ പഴയ നിയമ വേദഭാഗമായ സദൃശ്യവാക്യങ്ങൾ 20-ാം അധ്യായം സദൃശ്യവാക്യം 20-ന്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ, അവൻ്റെ ശേഷം അവൻ്റെ മക്കളും ഭാഗ്യവാന്മാർ. പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ എന്നാണ്, അവൻ്റെ മക്കളും അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് പരമാർത്ഥതയിൽ, നന്മയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അവസാനമായി നല്ല ഫലം കായ്ക്കാനുള്ള വിളി. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നല്ല ഫലം കായ്ക്കാനുള്ള ഒരു ക്ഷണം, ഒരു വിളി നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. 17-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുകയാണ് യേശു കർത്താവ്, നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷം ആകാത്ത ഫലം കായ്ക്കുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഫലകരമായ ഒരു ക്രിസ്തീയ ജീവിതം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വാക്യം ഞാൻ പലപ്പോഴും ആവർത്തിക്കുന്ന ഒരു വാക്യമാണ്: നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തുവെന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും ആ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. അപ്പം ഫലം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രവൃത്തിയിലൂടെയാണ് എന്നെ മനസ്സിലാക്കുന്നത്, എന്നെ തിരിച്ചറിയുന്നത്. എൻ്റെ പ്രവൃത്തി എന്താണ്
നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തി എന്താണ് എന്ന് നമുക്ക് ശോധന ചെയ്യാനായിട്ട് സാധിക്കണം. എൻ്റെ കുടുംബ ജീവിതത്തിൽ എൻ്റെ പ്രവൃത്തി എന്താണ്? എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ്? എൻ്റെ ഉപജീവന മാർഗ മേഖലകളിൽ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ്? മറ്റുള്ളവരുമായിട്ടുള്ള എൻ്റെ ഇടപെടലുകളിൽ ഞാൻ എങ്ങനെയാണ്? എൻ്റെ വാക്ക്, പ്രവൃത്തി, എൻ്റെ സ്വഭാവം, അതാണ് ഫലങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. മാതൃകയോടെ ജീവിക്കാനുള്ള ഒരു ആഹ്വാനം, യോഗ്യമായി ജീവിക്കാനായിട്ടുള്ള ഒരു ആഹ്വാനം ദൈവം നൽകുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൽ പറയുകയാണ്, ഫലം ഉണ്ട്. 21-ാം അധ്യായത്തിൽ ഒരു അത്തിവൃക്ഷത്തിൻ്റെ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ അത്തിവൃക്ഷത്തിൽ ഇലയുണ്ട്, പുഷ്ടിയുണ്ട്, എല്ലാം ഉണ്ട്, ഫലം പുറപ്പെടുവിക്കുന്ന കാലവുമാണ്. ആ അത്തിവൃക്ഷത്തിൽ ഫലം തേടി വരുമ്പോൾ ഫലം ഇല്ലാത്ത ഒരനുഭവമാണ് കർത്താവിന് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ വൃക്ഷങ്ങളായിട്ടാണോ നമ്മളായിരിക്കുന്നത്? ഫലമില്ലാത്ത അവസ്ഥയാണോ? അതേപോലെ യെശയ്യാ പ്രവചനം 5-ാം അധ്യായം 1 മുതൽ പഠിക്കുമ്പോൾ, ഫലവത്തായ കുന്നിന്മേൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. ഫലവത്തായ കുന്നാണ്, നല്ല മുന്തിരിവള്ളി കായ്ച്ചു. പക്ഷെ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ എന്നാണ് അവിടെ പറയുന്നത്. അപ്പം നമ്മുടെ ഫലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്നത് കാട്ടുമുന്തിരിയുടെ അനുഭവമാണ്. കൈപ്പേറിയ അനുഭവമാണോ മറ്റുള്ളവർക്കുണ്ടാക്കുന്നത്? നമ്മൾ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ എങ്ങനെയായിരുന്നു? ഇനി നമ്മൾ എങ്ങനെയായിരിക്കണം? കാട്ടുമുന്തിരിയുടെ അനുഭവത്തിൽ പോകണമോ? ഫലമില്ലാത്ത അത്തിവൃക്ഷത്തിൻ്റെ അനുഭവത്തിൽ നമ്മൾ പോകണോ? അതോ ഫലകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. എന്നെ മറ്റുള്ളവർ തിരിച്ചറിയുന്നത് എൻ്റെ പ്രവൃത്തിയിലൂടെയാണ്, വാക്കിലൂടെയാണ്. നിങ്ങളെ ഓരോരുത്തരെയും അപ്രകാരം തന്നെ. ഇവിടെ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഇന്നത്തെ മറ്റൊരു ലേഖനഭാഗമായ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു ഭാഗമാണ് ഗലാത്യർ 5:22. ആത്മാവിൻ്റെ ഫലമോ, എന്നിട്ട് അവിടെ പറയുകയാണ്, സ്നേഹം, സന്തോഷം, ദയ, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം, ഇങ്ങനെ 9 ഫലങ്ങളെക്കുറിച്ച് അവിടെ പറയുകയാണ്. ഈ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുദിനം രൂപപ്പെടുത്തിയെടുക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യുമ്പോഴാണ് അത് അനുഗ്രഹപ്രദമായി മാറുന്നത്. പ്രിയമുള്ളവരെ, ദൈവവിളിയുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവം നമ്മെ വിളിക്കുന്നത് സമാധാനത്തിൽ ജീവിക്കാനാണ്, സൗഖ്യത്തിനായി വിളിക്കുകയാണ്, സ്വാതന്ത്ര്യത്തിനായിട്ട് നമ്മെ വിളിച്ചിരിക്കുകയാണ്, നിത്യജീവന് വേണ്ടി നമ്മെ വിളിച്ചിരിക്കുകയാണ്, നന്മയ്ക്കായും വിശുദ്ധിക്കായും ധാർമ്മികതയ്ക്കായും ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് തിമത്യോസ് ലേഖനത്തിൽ 1 തിമത്യോസ് 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പൗലൂസ് അപ്പോസ്തലൻ തിമത്യോസിനോട് പറയുകയാണ്, 1 തിമത്യോസ് 4:16, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക, അതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവനെയും രക്ഷിക്കും. നീ ഉപദേശത്തിലും സാക്ഷ്യത്തിലും നീ നിന്നെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. അതുകൊണ്ട് സൂക്ഷിച്ച് സൂക്ഷ്മമായി ജീവിക്കേണ്ടുന്ന ഒരു സമൂഹത്തിൽ നമ്മുടെ വിളി എന്താണ്, തിരഞ്ഞെടുപ്പ് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ മാതൃകയുള്ള, സാക്ഷ്യമുള്ള, യോഗ്യമായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ആ വിളിക്ക് അനുസൃതമായി യോഗ്യമായി ജീവിക്കുവാന്, നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി നിത്യജീവന് അവകാശികളായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിച്ച് ശക്തിയിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പാട്ടുപുസ്തകത്തിലെ 224-ാമത്തെ ഗീതം പാടാം. യേശുവേ
പ്രാർത്ഥിക്കാം. ആരാധനയിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഈ വിശുദ്ധ ദിവസം പ്രഭാതം മുതൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ സാന്നിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിപ്പാനും അവിടുത്തെ ഇൻപ ശബ്ദം ശ്രവിക്കുവാനും പരിശുദ്ധാത്മാവിലുള്ള അവിടുത്തെ ആശ്വാസവും പ്രത്യാശയും സമാധാനവും അനുഭവിപ്പാനും അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം അർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. വിളിക്ക് യോഗ്യമായി, വിളിക്ക് അനുസൃതമായി ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൻ്റെ പലതരത്തിലുള്ള വിളികൾക്ക് പിന്നാലെ പോകുന്നവരായിട്ടല്ല, ഈ ലോകമോഹത്തിൻ്റെ ചതിക്കുഴികളിൽ അകപ്പെടുന്നവരായിട്ടും അല്ല, ദൈവത്തിൻ്റെ പിൻപേ ഗമിക്കുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ, നന്മയിൽ ജീവിക്കുവാൻ, നിത്യജീവനായിട്ട് ഒരുങ്ങുവാൻ, ഫലകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഓരോ പ്രിയമക്കളെയും അവിടുത്തെ പരിശുദ്ധാത്മാവിൽ ബലപ്പെടുത്തണമേ. പ്രത്യേകിച്ച് യുവജനങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, വിദ്യാർത്ഥികൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് അവരെ വഴി നടത്തണമേ, അനുഗ്രഹിക്കണമേ. അവർ പോകുമ്പോൾ വഴി ഇതാകുന്നു എന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവെ, അനുഗ്രഹിക്കണമേ. ദൈവിക സംരക്ഷണത്തിൽ
ദൈവീക കാവലിൽ ഓരോ കുഞ്ഞുങ്ങളും ആയിരിക്കാൻ, അവരുടെ വിദ്യാഭ്യാസ സ്ഥലത്ത്, അവരുടെ ജോലി മേഖലകളിൽ, എല്ലാ സ്ഥലങ്ങളിലും ദൈവീക സംരക്ഷണത്തിൽ ആയിരിക്കാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളിലൂടെ ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ ഞങ്ങളെ അയക്കണമേ. ഈ ആഴ്ചയിലുള്ള ഞങ്ങളുടെ യാത്രകൾ, പ്രവർത്തനങ്ങൾ, അധ്വാനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കാൻ, ദൈവത്തിൽ നിന്ന് നന്മകൾ പ്രാപിച്ച് സ്തോത്രത്തോടെ വീണ്ടും തിരുവാലയത്തിൽ വന്ന് ദൈവത്തിന് നന്ദിയും മഹത്വവും കരയേറ്റുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. രോഗികളായിരിക്കുന്നവർക്ക് അവിടുന്ന് സൗഖ്യം നൽകിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സൗഖ്യത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വാർത്തകൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കൃപയിലും അനുഗ്രഹത്തിലും ഞങ്ങളെ പരിപാലിക്കണമേ. മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അവിടത്തേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.